చెబుతున్నా బాధైనా ఏదైనా భారంగా దూరంగా వెళుతున్నా. നിന്റെ പ്രഗ്നൻസിയുടെ കാര്യം ഞാൻ ആഡമിനോട് പറഞ്ഞു. നിങ്ങൾ പ്രതീക്ഷിച്ച പോലത്തെ റിയാക്ഷൻ കിട്ടിക്കാണില്ല അല്ലേ? ഇത്തിരി പോന്ന ആ ചോര കഷ്ണം അത്രയും വർത്തിയാണെന്ന് അവൻ വിചാരിക്കുന്നതെന്നാ പറഞ്ഞേ. പക്ഷെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ടീ കപ്പ് നന്നായിട്ട് വിറയ്ക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അലൻ ചേട്ടനോ? ലൈല, ചേട്ടൻ എന്താ ഇവിടെ? നിന്നെ കാണാൻ ഞാനിവിടെ ഓക്കെയാ. ചേട്ടൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോ. ഞാൻ പോണില്ല, നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എവിടേക്കും പോണില്ല. ലൈല, എന്റെ അനന്തരവൻ എങ്ങനെ സുഖമായിട്ടിരിക്കുന്നോ? അത് ചേട്ടനും അറിഞ്ഞോ? യു സില്ലി ഗേൾ. എന്നിട്ട് എന്താ ആരോടും പറയാണ്ടിരുന്നേ? അത് കെട്ടിയോന്റെ അനിയന്റെ കൊച്ചിനെയും കൊണ്ട് പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് എങ്ങനെയാ പറയാൻ പറ്റണേ? എല്ലാം എൻ്റെ തെറ്റാണ്. ഐ ആം റിയലി സോറി ലൈല. ഈ കുട്ടിക്ക് എന്താ കാലം വെച്ചോ? ആരുടെ പാട്ടി എന്റെ കുട്ടി കൊണ്ടോണേ? ഫ്രാങ്കോ, നീ ജീവനോട് തിരിച്ചു വന്നു? അതും ഞാൻ ചത്ത് നിന്റെ അടുത്തേക്ക് വന്നതാണോ? ഞാൻ ചത്തോ ജീവനോടെ ഉണ്ടോ എന്നുള്ളതിലല്ല കാര്യം. നീ ജീവനോടെ ഉണ്ട്, ദാ എന്റെ മുമ്പില്. ആ ഉടുപ്പും കൂടെ അയച്ചേ. നീ ഊരിയില്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. ഗുഡ്, പരിക്കൊന്നുമില്ലല്ലോ. പെട്ടെന്ന് ആഡം തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയി ഫ്രാങ്കോയുടെ പള്ള നോക്കി ഒന്ന് ഇടിച്ചു. എടാ പന്ന കഴിവരുടെ മോനെ, ആ കിളവൻ കോര എന്റെ നിക്കറി കീറി ഇവിടെ മുമ്പിലേക്ക് ഇട്ട് നിർത്തിയേക്കുവാ. അന്നേരം ചത്ത പോലെ ഡ്രാമ കളിക്കാനുള്ള മൂഡ് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയ പാട്ടി? അത് ജസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലേ, അതിലിത് മാത്രം നിക്കറിയറായിരിക്കുന്നു. ഫ്രാങ്കോ തന്റെ താഴെ വെച്ച സ്യൂട്ട് കേസിൽ നിന്നും ചെറിയ എയർ നെയിൽഗണിന് സമാനമായ ഒരു ഒബ്ജക്റ്റ് എടുത്തു. ലീല പ്രഗ്നന്റ് ആണ്, 4 മാസം. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ഗോണ ബി എ ഫാദർ. എന്താ ഹാപ്പി അല്ലേ? ചെറിയ അമ്പരപ്പോട് കൂടി നിന്ന് ആഡമിന്റെ ലെഫ്റ്റ് സൈഡിലെ ഷർട്ട് കീറിക്കൊണ്ട് തോളിന് താഴെയായി അവൻ മുമ്പേ എടുത്ത ആ ചെറിയ ഒബ്ജക്റ്റ് തറച്ചു കയറ്റുന്നു. എന്ത് കുന്താട പട്ടിയത്? ഇത് മെറ്റൽ ഡിറ്റക്ടറിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. നീ കോരയുടെ മടിയിൽ കയറിയതിന് ശേഷം ഞാൻ ഈ ട്രാക്കർ ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. പിന്നെ ഈ മുറിവ് 24 മണിക്കൂറിനുള്ളിൽ ഹീൽ ചെയ്തോളൂ. നീ എവിടെയാണെന്ന് അറിഞ്ഞാലല്ലേ നിന്റെ ഡെഡ് ബോഡി എങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറ്റൂ. വല്ല ബോംബും ഉണ്ടെങ്കിൽ എന്റെ ഈ നെഞ്ചത്തേക്ക് ഫിറ്റ് ചെയ്യ്. അപ്പോഴല്ലേ നിന്റെ ഈ തന്തയ്ക്ക് കോരയുടെ ഒപ്പം പൊട്ടിത്തെറിക്കാൻ പറ്റൂ. കോരയോട് നിനക്ക് ഇത്രയും പ്രേമോ? കോര മാത്രമല്ല, നിന്റെ ഭാര്യയും കൊച്ചും ഉണ്ടാവും നിന്റെ ഒപ്പം മരിക്കാൻ. അപ്പൊ എന്റെ ചേട്ടന് ആപത്തൊന്നും ഉണ്ടാവില്ലെന്നാണോ? നീ ചൂസ് ചെയ്യുന്ന പാർട്ടി രക്ഷപ്പെടും, അങ്ങനെയാ സാധാരണ. അപ്പൊ ചൂസ് ചെയ്യാത്ത പാർട്ടിയുടെയും എന്റെ വിധി എങ്ങനെയാ? കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? നിനക്ക് കോരി നന്നായിട്ട് അറിയാലോ. പുള്ളിയായിട്ട് നിനക്കെന്താ ബന്ധം? എന്താണെങ്കിലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ നിന്നെ ഞാൻ ആ തെരുവിൽ നിന്ന് എടുത്തത് മുതൽ നീ എന്റെയാ. എനിക്ക് കോരയെ തീർക്കാൻ പറ്റാത്ത പക്ഷം നീ അയാളെ കൊല്ലും. ഇറ്റ്സ് എ പിറ്റി. നിന്റെ കൊട്ടേഷൻ സ്വീകരിക്കലല്ല എന്റെ പണി. ഓ, അപ്പൊ പിന്നെ ഇപ്പൊ എന്താണാവോ ചെയ്തുകൊണ്ടിരിക്കുന്നേ? നിന്റെ ജീവന് ആപത്ത് വരില്ലെന്ന് ഉറപ്പ് തന്നാ പോരെ? ഇതും പറഞ്ഞ് തന്റെ ബാഗുമായി ജനൽ ചാടാൻ നിന്ന ഫ്രാങ്കോയെ അക്ഷമനായ ആഡം പെട്ടെന്ന് പിടിച്ചു നിർത്തി. ലൈലി, എന്റെ കൊച്ചിനെ കോര എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ പറഞ്ഞില്ല. നിനക്കെന്താ ആ വധൂരിന്റെ പേടിയാണോ? ഞാൻ ഒന്നുകൂടെ ചാവണത് നിനക്ക് കാണണോ? ഓ, വലിയ നിരാശയിലാണല്ലോ. ഈ ബോക്സിൽ എന്താ വല്ല നിധിയുമാണോ? ഫ്രാങ്കോ, ഡോണ്ട് ടച്ച് മൈ തിങ്സ്. ഓ ഓ ഓ ഓ, എന്താ ഒന്നും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടില്ല. എങ്ങനെ ഘോരനെ ഡീൽ ചെയ്യാൻ പോണേ? അലക്സ്, ടെൽ മീ, നീ എന്റെ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ നീ ആരെയായിരിക്കും ചൂസ് ചെയ്യുന്നേ? നിന്റെ ബ്രദറിനെയോ അതേ കുറച്ചു നാൾ നിന്റെ ഒപ്പം കിടന്ന പെണ്ണിനെയോ? ഞാനായിരുന്നെങ്കിൽ നിന്നെ ചൂസ് ചെയ്യും.
നിന്റെ അത്രയും ആരും എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നീ ആരാതിന് എൻ്റെ തന്തയോ? നിന്റെ തള്ളയ്ക്ക് കുഴപ്പമില്ലേ, പിന്നെ നിന്റെ തന്തയാവണതിൽ എനിക്കെന്നാ ഛേദം? അത് നിന്റെ ഈ കൈക്ക് എന്താ പറ്റിയേ? ഇതിപ്പോൾ ഉണ്ടായ മുറിവാണല്ലോ, നല്ല പച്ചച്ചോര. നിന്നെ ആരെ ഇപ്പം അറ്റാക്ക് ചെയ്തേ? ഇറ്റ്സ് നത്തിങ്. Why are you so careless? ഞാൻ ബാൻഡേജ് ചെയ്ത് തരാം. അത് ചെറിയൊരു മുറിവാണെന്നേ. നീ പൊക്കോ, എനിക്കൊന്ന് ഉറങ്ങണം. എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ. ആ നായിൻ്റെ മോൻ ഇടയ്ക്കിടയ്ക്ക് ഇതെങ്ങോട്ട് അമ്മുങ്ങുന്നേ. ഇവ എന്നെ പ്രേതത്തിന് ജനിച്ചതോ? ലാസ്റ്റ് ടൈം ഖോരയായിട്ട് മീറ്റിംഗ് നടത്തിയ ദിവസം നിങ്ങൾ എന്തിനാ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ഖോര പറഞ്ഞിരുന്നോ? എൻ്റെ ഈ ഹാൻഡ്സം ഫേസ് അങ്ങോട്ട് ബോധിക്കുന്നില്ലെന്നാ അന്ന് കണ്ടപ്പോൾ പറഞ്ഞ്. പക്ഷെ ഞാൻ വിശ്വസിക്കൂല, ചുമ്മാ ഓരോരോ എക്സ്ക്യൂസസ്. നോ, എക്സ്ക്യൂസ് ഒന്നുമല്ല. അതിനർത്ഥം പുള്ളിക്ക് നിന്റെ മോന്ത പിടിക്കുന്നില്ലെന്ന് തന്നെയാ. ആളെ കൊല്ലാൻ എക്സ്ക്യൂസ് പറയേണ്ട ഗതികേട് ഖോരയ്ക്കില്ല. പിന്നെ അയാളെന്താ ഉദ്ദേശിച്ചേ? ഫ്രാങ്കോ പതുക്കെ ആഡമിനടുത്തേക്ക് നടന്നു. അവൻ്റെ ആ വശ്യസുന്ദരമായ മുഖത്തേക്ക് ഒന്ന് ഉറ്റുനോക്കി. നീ ഖോരയായിട്ട് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? കർത്താവിനറിയാം. ഇനി നിന്നെ പണ്ട് ഞാൻ രക്ഷിച്ചപ്പോ വല്ലോ? നോ വേ. എങ്കിൽ പിന്നെ ഇങ്ങനെ മോന്ത ഇഷ്ടമായില്ലെന്നും പറഞ്ഞ ആളെ കൊല്ലണത് അയാളുടെ ഹോബിയായിരിക്കും. അത്രയ്ക്ക് ദാരിദ്ര്യമൊന്നും ഖോരയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ കാര്യമായി പുള്ളിനെ ഒഫൻഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എവിടെയോ കിടക്കണം നിന്നെ തപ്പിപ്പിടിച്ച ആളെ കൂട്ടി ഇത്രയും വലിയ പ്ലാനിങ്ങോട് കൂടി നിന്നോട് കളിക്കണമെങ്കിൽ നീ കാര്യമായി പുള്ളിക്കെതിരെ പണിതിട്ടുണ്ട്. ആഡം, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ ആരെ പോലെ ഇരിക്കുന്നേ? നിന്റെ അമ്മേനെ കൂട്ടോ അതോ അപ്പനെ കൂട്ടോ? എനിക്ക് ഓർമ്മയില്ല. ഖോര നാളെ രാത്രി എൻ്റെ അടുത്ത് അവിടേക്ക് ചെല്ലാനാ പറഞ്ഞേക്കണേ. ഫിലിപ്പിനോട് പുറത്ത് നിന്റെ ചേട്ടനെ പിക്ക് ചെയ്യാൻ റെഡിയാണെന്നോളാൻ പറഞ്ഞേരെ. നീ ചൂസ് ചെയ്യുന്ന പാർട്ടിയൊക്കെ രക്ഷപ്പെടും. ഇതേ സമയം ടോയ്ലറ്റിൽ പോകണമെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് അലൻ ഭിത്തിയിൽ തലയിടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നുവെങ്കിലും സിംബ പെട്ടെന്ന് തന്നെ സഡൻ ആക്ഷൻസ് എടുക്കുന്നു. തൻ്റെ മരണത്തോടുകൂടി ആഡം ലൈലയെയും അവൻ്റെ കുഞ്ഞിനെയും ചൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു അലൻ്റെ ലക്ഷ്യം. ചേട്ടനെന്ത് പ്രാന്താ കാണിച്ചേ? ലൈല, നിന്റെ കുഞ്ഞിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാടാ. മിസ്റ്റർ അലൻ, എൻ്റെ ഫാദറിൻ്റെ ഡിസിഷൻസ് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിസ്സാരമല്ല. മിസ്റ്റർ അലൻ ആത്മഹത്യ ചെയ്താൽ ലൈല ജീവനോടെ ഇരിക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ടോട്ടൽ 3 ശവമായിരിക്കും ആഡം വരുമ്പോൾ കാണേണ്ടി വരുന്നത്. ലൈല, നീ കുറച്ചെങ്കിലും സ്മാർട്ട് ആണെങ്കിൽ പ്ലീസ് അഡ്വൈസ് യുവർ ബ്രദർ പ്രോപ്പർലി. ചേട്ടൻ ഇത്രയും സ്റ്റുപ്പിഡ് ആവരുത്. ഇനി എനിക്ക് വേണ്ടി ചേട്ടൻ മരിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു ദിവസമെങ്കിലും എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? I'm really sorry, ലൈല. I'm a useless jerk. ചേട്ടൻ ഇത്രയും ഡിപ്രസ്ഡ് ആവാതെ. ഇറ്റ്സ് നൺ ഓഫ് യുവർ ഫോൾട്ട്. ഗോര ചെയ്ത് കൂട്ടുന്നതൊക്കെ ചേട്ടൻ്റെ തെറ്റെങ്ങനെയാവും? ആഡം ആരെ ചൂസ് ചെയ്യുന്ന ഓർത്ത് ടെൻഷൻ അടിക്കാതെ ജീവിക്കുന്ന അത്രയും നേരം ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്ക്. ബുള്ളറ്റ് പ്രൂഫിൻ്റെ വെസ്റ്റ് ധരിപ്പിക്കാൻ വേണ്ടി നിന്ന ഫ്രാങ്കോയെ ആഡം തടഞ്ഞു. ഇതിട്ടില്ലേ നിന്റെ ഡെഡ് ബോഡി പോലും ഒരു മെനക്കിരിക്കത്തില്ല കേട്ടോ. ഫ്രാങ്കോ, ഈ ഖോര ആളെങ്ങനെയാ? പെണ്ണുങ്ങളിങ്ങനെ ഡീല് ചെയ്യുന്നവന് ആൾ വൃത്തികെട്ടവനാണോ? പുള്ളി ലക്ഷ്യം നടക്കാൻ എന്ത് ക്രൂരതയും ചെയ്യും. നിന്നെ കൊല്ലാതെ കൊല്ലും. മരണത്തിനു വേണ്ടി നിന്നെ കൊണ്ട് യാചിപ്പിക്കും. പിന്നെ വൃത്തികെട്ടവനാണെന്ന് ചോദിച്ചാൽ അതെനിക്ക് മനസ്സിലായില്ല. കൊന്നാലും വേണ്ടില്ല, മാനത്തിന് ഭംഗം വരുത്തരുതെന്നാണോ? എൻ്റെ അറിവിലെ പുള്ളിയുടെ പെണ്ണുങ്ങളുള്ള സമീപനം മാന്യമാണ്. 20 മിനിറ്റുകൾക്ക് ശേഷം മാഡം പതി ഖോരയുടെ ടെറിട്ടറിയിലേക്ക് കാർ ഡ്രൈവ് ചെയ്തു. ഖോരയുടെ ഏക്കറിൽ പണിതീർത്ത കണ്ണഞ്ചിപ്പിക്കുന്ന ആ മാളിക കൊട്ടാരം ആരും ഒന്ന് കണ്ണെടുക്കാതെ നോക്കി നിൽക്കും. ചോരക്കുതിയനായ ഖോരയ്ക്ക് ഇത്രയും സൗന്ദര്യബോധമോ എന്ന് സംശയിച്ചു പോകും. Made by HM Music Production. ആഡമിൻ്റെ അതേ സാമ്യമുള്ള ആ മുഖം ഖോരയ്ക്ക് നന്നേ പരിചയമായിരുന്നു. പെട്ടെന്ന് തൻ്റെ ഇളക്കം സൃഷ്ടിച്ച ആ ഹൃദയം ഒന്ന് ശാന്തമാക്കാൻ അവൻ തൻ്റെ കയ്യിൽ കിടക്കുന്ന പൊട്ടിയ മുത്തുകളുള്ള ബ്രേസ്ലെറ്റിൽ കളിക്കാൻ തുടങ്ങി. തനിക്ക് എന്താണ് പറ്റിയതെന്ന് അവന് നിശ്ചയമില്ലായിരുന്നു. ആ സ്ത്രീ മരിച്ച് മൺമറഞ്ഞ് 20 വർഷങ്ങൾക്കൊടുവിലും ഖോരയ്ക്ക് അവരോടുള്ള വെറുപ്പടങ്ങുന്നില്ലായിരുന്നു. തന്നെ ചതിച്ച് വേറെ പുരുഷനാൽ ഉണ്ടായ അവരുടെ ഈ മകനെ കൊല്ലാതെ കൊല്ലുമ്പോൾ അത് കാണാനുള്ള ഭാഗ്യം ആ സ്ത്രീക്ക് ഇല്ലാതെ പോയി എന്നുള്ള സങ്കടം മാത്രമേ ഖോരയ്ക്കുണ്ടായിരുന്നുള്ളൂ. ആഡം 2 സ്ക്രീനിന് നടുവിലൂടെ നടന്നു നീങ്ങി. അത് ഹ്യൂമൻ ബോഡി ഡിറ്റക്ടറാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവന് മനസ്സിലായി. തൻ്റെ ബൈസപ്പിലായി ഘടിപ്പിച്ചിരുന്ന ട്രാക്കർ അത് ഡിറ്റക്ട് ചെയ്യും എന്നവൻ തെല്ലും ഭയന്നില്ല. കാരണം ഫ്രാങ്കോയെ അവന് തന്നെക്കാളും വിശ്വാസമായിരുന്നു. ആ ആഡംബരം നിറഞ്ഞ മാൻഷൻ്റെ ലിവിംഗ് റൂമിലേക്ക് അവൻ നടന്നു നീങ്ങി. അവിടെ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് കണ്ണുകൾ അടച്ചിരിക്കുന്ന ഖോരയെ അവൻ കണ്ടു.
കയ്യിലുള്ള ബ്രാസ്ലെറ്റിന്റെ മുത്തുകളിൽ വിരലുകൾ ഓടിച്ചു കൊണ്ടിരുന്ന കോര ഉറങ്ങുവല്ല എന്നവൻ മനസ്സിലാക്കി. ഒരു ബോഡി ഗാർഡ് ഒഴികെ വേറെ ആരും അവിടെ ഇല്ലാത്തതും അവൻ ശ്രദ്ധിച്ചു. മിസ്റ്റർ ആന്റണി, തനിക്ക് എൻ്റെ മുഖം പിടിക്കുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും എന്നെ അങ്ങ് കാണാനായിട്ട് ഉറക്കം വരുന്നില്ല അല്ലയോ? അതുകൊണ്ടല്ലേ ഇവിടേക്ക് വരാനുള്ള സാഹചര്യങ്ങളും കൂടെ എനിക്ക് ഒരുക്കി തരുന്നേ. കുളന്ത് പയ്യനക്ക് എന്ത് അഹങ്കാരമോ? ലെറ്റ്സ് എൻഡ് ദിസ് ക്വിക്ക്ലി. ഞാനിന്ന് നിങ്ങൾ വെച്ചിരിക്കുന്ന ചോയ്സുകളിൽ നിന്ന് ചൂസ് ചെയ്യണം അല്ലെ? ഇറ്റ്സ് ടൈം ടു പ്രസന്റ് ദം. ചെറുപ്പക്കാർക്ക് എന്താ അക്ഷമത? അതിനു മുമ്പ് നീ വേറൊരു കാര്യം ചെയ്യണമല്ലോ ചെറുക്ക. മനസ്സിലായില്ല. പറഞ്ഞ വാക്കുമാറ്റുന്നത് തന്നെ പോലുള്ളവർക്ക് ചേർന്നതാണോ ആന്റണി? നീ എന്താ ചെറുക്ക വിചാരിച്ചേ? കുറച്ച് പട്ടാളവും പോലീസായി വന്ന ഈ ആന്റണി അങ്ങ് നിന്ന് വിറയ്ക്കുമെന്നോ? എൻ്റെ ബ്രദർ എവിടെ? ചേട്ടനെ കാണാൻ വരട്ടെ. ടൈം സ്റ്റാർട്ട്സ് നൗ. ടേക്ക് യുവർ ഡിസിഷൻ ഫസ്റ്റ്. പതുക്കെ അവിടെ ഉണ്ടായിരുന്ന ആ വലിയ സ്ക്രീനിൽ ഒരു ലൈവ് വീഡിയോ തെളിഞ്ഞു. അതിൽ വീൽചെയറിലിരിക്കുന്ന അലനും തറയിൽ മുട്ടുകുത്തിയിരുന്ന് അലന് ഫുഡ് കൊടുക്കുന്ന ലൈലയെയും ആഡം കണ്ടു. ലൈലയെ കണ്ട ആഡമിന്റെ കണ്ണുകളിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫീലിങ്സ് പ്രത്യക്ഷമായിരുന്നു. അവൻ പെട്ടെന്ന് അവളുടെ വയറിലേക്ക് കണ്ണുകൾ കൊണ്ട് പരതി. അങ്ങനെ ഇരിക്കുന്ന പൊസിഷനിൽ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും 4 മാസം പ്രായമുള്ള തൻ്റെ ചോര അവിടെ കുടികൊള്ളുന്നുണ്ടെന്ന തിരിച്ചറിവ് വീണ്ടും വീണ്ടും അവനെ പ്രകമ്പനം കൊള്ളിച്ചു. അവൻ അങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് അവർ രണ്ടുപേരും എന്തൊക്കെയോ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ലൈക്ക് അവർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ. ഇത് കോര, താൻ എന്താണ് ചെയ്യുന്നത്? ഓ, ഇപ്പോഴേ അങ്ങ് തിളയ്ക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ശരിയാവും? കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്തായി ഡിസിഷൻ? എന്ത് ഡിസിഷൻ? പുറത്ത് വായി നോക്കി നിൽക്കുന്ന കാക്കിയിട്ട കണാപ്പന്മാരാദ്യം ഡീൽ ചെയ്യുക. ചെയ്തില്ലേലും കുഴപ്പമില്ല കേട്ടോ. ഒരാൾ ഓൾറെഡി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആള്, പിന്നെയുള്ളതൊരു പ്രഗ്നന്റ് വുമൺ. ഈ അവർ ക്ലാസ് തീരുമ്പോഴേക്കും പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോഴേക്കും രണ്ടുപേരും കലാസായിട്ടുണ്ടാവും. ഓക്സിജൻ മൊത്തം പമ്പ് ചെയ്ത് കളയണോ അതോ നീ കൊണ്ടുവന്നേക്കണ സ്പെഷ്യൽ ഫോഴ്സിനെ പറഞ്ഞു വിടുന്നോ? യുവർ ഡിസിഷൻ. സ്ക്രീനിൽ അലനും ലൈലയും ശ്വാസമെടുക്കാൻ പറ്റാതെ വെപ്രാളം കാണിക്കുന്നത് ആഡം ആൻഷ്യസോട് കൂടി നോക്കി. ലൈല ഡോറിൽ മുട്ടി രക്ഷിക്കാൻ പറഞ്ഞ് അലറി വിളിക്കുന്നത് അവൻ സ്ക്രീനിലൂടെ വെപ്രാളത്തോടു കൂടി നോക്കി നിന്നു. സ്റ്റോപ്പ്, നിർത്ത്, I'll make them leave. ഒരു ബോഡി ഗാർഡ് ആഡമിന് കൊണ്ടുവന്നൊരു ഫോൺ കൈമാറിയതും അവൻ സ്കറിയാങ്കളിനെ കോൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പിന്മാറാൻ പറയുന്നു. ഖോരയുടെ മുമ്പിൽ വെച്ചിരുന്ന ആ അവർ ഗ്ലാസ് അപ്പോൾ തന്നെ ഫ്ലിപ്പ് ചെയ്യുകയും അലൻ്റെയും ലൈലയുടെയും കണ്ടീഷൻ ആ സമയം നോർമൽ ആവുകയും ചെയ്യുന്നു. ആഡം ആദ്യം വന്ന് കയറിയപ്പോഴുള്ള ഒരു മൂഡായിരുന്നില്ല ഇപ്പോൾ അവനുള്ളത്. ഹി വാസ് വറീഡ്. നീയൊക്കെ നിന്റെ തള്ളയുടെ ഗർഭപാത്രി ഉണ്ടാവണേ മുന്നേ നമ്മൾ ഈ പണി തുടങ്ങിയതാ. വേണ്ടാത്ത പണിക്ക് നിന്നാ കളസം കീറുവേ. ആഡമിന്റെ മുഖത്ത് പ്രതിഫലിച്ച ആ ദേഷ്യവും വെറുപ്പും ഖോരയ്ക്ക് നന്നേ ബോധിച്ചു. ചിലപ്പോൾ അവൻ വെയിറ്റ് ചെയ്തു നിന്നതും അതിനായിരിക്കാം. എടാ കോര, തനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചോദ്യയില്ല. ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട്. ആദ്യമൊന്ന് കൂളാവ്, എന്നിട്ട് പോരെ. ഓ ഡാം ഇറ്റ്, അവരെവിടെ? ടേക്ക് മീ ടു ദെയർ. ആഡമിന്റെ ആ മുഖത്തേക്ക് ഖോര തീക്ഷ്ണമായി നോക്കിയിരുന്നു. അവന്റെ സ്വപ്നങ്ങളിൽ വരാറുള്ള അതേ മുഖം. ഈ മുഖം കാണുമ്പോഴൊക്കെ 20 വർഷങ്ങളായിട്ടും ഉണങ്ങാത്ത ആ മുറിവ് വീണ്ടും മുറിഞ്ഞ് ചോരയൊലിക്കുന്നത് പോലെ അവന് തോന്നി. നീ അനുഭവിക്കും. നിന്നെ ഞാൻ കൊല്ലാതെ കൊല്ലും, അഹങ്കാരി. അഹങ്കാരിയോ? അപ്പൊ താങ്കളോ മിസ്റ്റർ ആന്റണി? എൻ്റെ ഓർമ്മയിൽ ഞാനും എൻ്റെ ചേട്ടനും നിങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മുഖം ബോധിച്ചില്ലെന്നും പറഞ്ഞ് ഞങ്ങളെ കൊല്ലാനായി നടക്കുന്ന നിങ്ങളെ എന്തെന്നാ പറയണ്ടേ? നിങ്ങളുടെ ഈ ക്രൂരത എൻ്റെ ഈ അഹങ്കാരമായി കമ്പയർ ചെയ്യാൻ പറ്റുമോ? അവന്റെ ആ തർക്കുത്തരം പറച്ചിൽ പോലും ഖോരയെ ആ സ്ത്രീയെപ്പറ്റി തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. പണ്ട് ആ സ്ത്രീയും അങ്ങനെ തന്നെയായിരുന്നു, തർക്കിച്ച് ജയിക്കുന്ന സ്വഭാവക്കാരി. ഒരിക്കൽ എല്ലാമായിരുന്ന ആ സ്ത്രീയുടെ അതേ അച്ചിട്ട് പകർത്തി വച്ച പോലത്തെ അസാധാരണ വശ്യചാതുര്യമുള്ള അവരുടെ ഈ മകൻ്റെ മുഖത്തേക്ക് അധിക നേരം അവന് നോക്കി നിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഖോര സിംബയോട് ആഡമിനെ മുഖം മൂടി അണിയിക്കാൻ കൽപ്പിച്ചു. Go and cover his face. സിംബ പതുക്കെ ഹുഡുമായി ആഡമിന് അരികിലേക്ക് നീങ്ങി. നിൽക്കക്കള്ളിയെല്ലാം ഓരോന്നായി അടർന്നു മാറിക്കൊണ്ടിരുന്ന ആഡം വെറുതെ സിംബയുടെ സ്ട്രെങ്ത് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അവൻ്റെ മുഖമുന്നം വെച്ച് ഇടിക്കാൻ ആഞ്ഞത് മാത്രമേ അവന് ഓർമ്മയുണ്ടായുള്ളൂ. സിംബ അപ്പോഴേക്കും അവൻ്റെ പിൻവശത്തുകൂടി വന്ന് നട്ടലിൻ്റെ സെൻറ്ററിൽ ഉന്നം വച്ച് പിഞ്ച് ചെയ്തു. ആഡം പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ടതുപോലെ 2-3 സ്റ്റെപ്പ് പുറകോട്ട് ആഞ്ഞു. അവൻ വേദനിക്കുന്ന ഭാഗത്തുനിന്ന് തൊട്ടു നോക്കിയതും കൈയാകെ ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. ഖോരയുടെ ആൾക്കാർ ഹൈലി പ്രൊഫഷണൽ ആണെന്നത് വീണ്ടും വീണ്ടും തെളിയിക്കുകയായിരുന്നു.
ആഡം ജോൺ, വീണ്ടും നീ കളി ഇറക്കാനാ പ്ലാനെങ്കിൽ നിന്റെ ചേട്ടനെ പിന്നെ നീ ജന്മത്തിൽ കാണുന്നുണ്ടാവില്ല. ഇത്തവണ ആഡം സിംബ മുഖംമൂടി അണിയിക്കുന്നതിൽ നിന്നും തടഞ്ഞില്ല. അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൻ അവിടെ നിന്ന് കൊടുത്തു. 10 മിനിറ്റുകൾക്ക് ശേഷം അവനെ അരക്കിയോ ചേർന്ന ഒരു സ്പീഡ് ബോട്ടിൽ കയറ്റി. അങ്ങനെ 1 മണിക്കൂറിനു മേലെ ആ സ്പീഡ് ബോട്ട് കടൽ പ്രതലത്തിലൂടെ സഞ്ചരിച്ചു. കടൽ കാറ്റിൻ്റെ സ്വരവും തിരമാലകളെ തള്ളി നീങ്ങുന്ന എഞ്ചിൻ്റെ ശബ്ദവും ഒഴിച്ച് ആ യാത്ര നിശബ്ദമായിരുന്നു. അല്പനേരം കഴിഞ്ഞ് അവനെ ഒരു ലക്ഷറി ക്രൂയിസ് ഷിപ്പിലേക്ക് പ്രവേശിപ്പിച്ചു. മുഖം മൂടപ്പെട്ട അവസ്ഥയിൽ അവിടത്തെ ഒരു ക്യാബിനിലേക്ക് പ്രവേശിച്ച ആഡമിൻ്റെ സങ്കീർണമായ ആത്മാവിനെ തണുപ്പിച്ചുകൊണ്ട് ഒരു നാദം മുഴങ്ങി. അവൻ്റെ ആ മുഖംമൂടി പതുക്കെ മാറ്റിയതും ആ വെട്ടവുമായി അഡ്ജസ്റ്റഡ് ആവാൻ അവൻ പെട്ടെന്ന് തന്നെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവിടെ 10 മീറ്റർ അകലെയായി വീൽ ചെയറിലിരിക്കുന്ന അലനെയും കുറച്ചു മാറി അവിടെ തന്നെ നോക്കി നിൽക്കുന്ന ലൈലയെയും അവൻ കണ്ടു. എടാ ആദു, നീ വേഗം ലൈലയെ ചൂസ് ചെയ്യ്. അവൾ പ്രഗ്നന്റാ, 4 months. ലൈല ആവട്ടെ ഒരക്ഷരമില്ലാതെ തല കുനിച്ച് അവിടെ അങ്ങനെ നിന്നു. ആഡമിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. അവൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അവനിൽ നിന്നും ഒളിപ്പിച്ച് ഈ വില്ലന്മാർക്ക് തുറുപ്പിച്ചീട്ടാക്കാൻ കൊടുത്ത അവളെ ഇപ്പോഴത്തെ ആഡം അങ്ങേയറ്റം വെറുക്കുന്നുണ്ടെന്ന് അവൾ ഊഹിച്ചു. കൂടാതെ അവൻ്റെ കണ്ണുകളിൽ അവളോട് പ്രത്യക്ഷമായ ആ കോൾഡ്നെസ് ആദ്യമേ അവൾ ശ്രദ്ധിച്ചിരുന്നു. ആഡം അവളെ മൈൻഡാക്കാതെ പതുക്കെ അലൻ്റെ അടുത്തേക്ക് നടന്നു. എടാ ആദു, നിന്റെ ചേട്ടന് ജീവിച്ച് കൊതി തീർന്നടാ. നീ നിന്റെ ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതെന്റെ അവസാനത്തെ ആഗ്രഹം. മിസ്റ്റർ ഖോര, തൻ്റെ ഈ വെറുപ്പിൻ്റെ ആഴം അതെന്തോറുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളെപ്പോലൊരു വ്യക്തി പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറില്ലെന്ന് ഞാൻ കരുതുന്നു. ഐ ക്യാൻ സ്റ്റാർട്ട് മേക്കിംഗ് മൈ ചോയ്സസ് നൗ. സിംബ പതുക്കെ ഒരു ട്രേ ഖോരയ്ക്ക് നേരെ നീട്ടി. അതിൽ ഒരു ഗണ്ണായിരുന്നു. ഇതിലാകെ 3 ബുള്ളറ്റ് ഉള്ളൂ. നിങ്ങൾ 3 പേരിൽ 2 പേരായിരിക്കും ഈ ബുള്ളറ്റ്സിന് അവകാശി. ആർക്ക് കൊള്ളുമെന്ന സ്പെസിഫിക് ആയിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതെന്റെ മൂഡ് അനുസരിച്ചിരിക്കും. ആഡമിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ്റെ അലറൽ ഭിത്തികൾക്കപ്പുറം തുളഞ്ഞു കയറി. എടോ ഖോര, ഞാൻ ചൂസ് ചെയ്യുന്ന വ്യക്തി മരിക്കില്ലെന്ന് താനല്ലേടോ പറഞ്ഞേ? അതും പറഞ്ഞ് സോഫയിലിരുന്ന ഖോരയെ ഒരു രാക്ഷസനെ പോലെ ആക്രമിക്കാൻ ആഡം ചാടിയെടുത്തു. ഒടുവിൽ അക്രമാസക്തനായ ആഡമിൻ്റെ തലയ്ക്ക് സിംബ ഗണ്ണെടുത്ത് പോയിന്റ് ചെയ്തു. ബട്ട് ആഡം തൻ്റെ അരിസ്ട്രോക്രസീസ് തുടർന്നു. ആ ഗൺ പിടിച്ച സിംബയുടെ കയ്യിലേക്ക് തെല്ലും ഭയമില്ലാതെ ശക്തമായി അവൻ പഞ്ച് ചെയ്തു. ഒടുവിൽ ഘോര തൻ്റെ ആ ഗണ്ണ് വീൽചെയറിലിരിക്കുന്ന അലന് നേർക്കെ പോയിന്റ് ചെയ്തപ്പോൾ മാത്രമാണ് ആഡം ഒന്ന് അടങ്ങിയത്. ആഡം, നിനക്ക് 2-ൽ-1 ചൂസ് ചെയ്യാം. പക്ഷെ ചൂസ് ചെയ്യുന്ന ആളെ കൊല്ലാൻ പോകുന്ന ഈ ബുള്ളറ്റ്സ് നിന്റെ ശരീരം വെച്ച് നീ തടുക്കണം. ഈ 3 ബുള്ളറ്റ്സ് നിന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയുമെങ്കിൽ ആ വ്യക്തി ജീവനോടെ ഇരിക്കുന്നതായിരിക്കും. ആര് മരിക്കണം ആര് മരിക്കണ്ട എന്ന തീരുമാനം ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ് മിസ്റ്റർ ആഡം. ഘോര, താനൊക്കെ ഒരു മനുഷ്യനാണോടോ? തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്യടോ. എന്നെ ഇവിടെ. അതിന് ഇതുവരെ നീ ക്വാളിഫൈഡ് ആയിട്ടില്ല. ആഡം ഒന്നും ചിന്തിച്ചില്ല. അവൻ അലന്റെ വീൽചെയറിന് മുമ്പിൽ വന്നു നിന്ന് ഘോര പോയിന്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഗണ്ണിനെ തന്റെ ശരീരം കൊണ്ട് ബ്ലോക്ക് ചെയ്തു. ആഡം, എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കണ പുല്ലേ. നീ എനിക്കുള്ള ബുള്ളറ്റ് ബ്ലോക്ക് ചെയ്യണ്ട. ആഡം, ഗെറ്റ് ലോസ്റ്റ്. എടാ, നിന്നോട് എന്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞേ. അടുത്ത നിമിഷം ഘോര പതുക്കെ ആ ഗൺ ലൈലയുടെ വയറിന് നേരെ ഉന്നം വച്ചു. പേടി കൊണ്ട് വിറയ്ക്കുന്ന ലൈല നിറകണ്ണുകളോടെ ആഡമിനെ നോക്കി. അവനാവട്ടെ നിന്നിടത്തു നിന്ന് ഒരൽപ്പം പോലും അനങ്ങിയിട്ടില്ല. അവൻ്റെ അവഗണനയിൽ ഒന്ന് നെഞ്ചു പൊട്ടിക്കരയാൻ അവൾ ആഗ്രഹിച്ചു. പുറത്തേക്ക് വിതുമ്പലിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. ആഡം ഒരു കുരങ്ങിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കും എന്ന് വിചാരിച്ച ഘോരയെ അത് നിസ്സംഗതയിലാക്കി. ആഡം അലന് മുന്നിൽ തന്നെ പാറ പോലെ ഉറച്ചു നിന്നെന്ന് മാത്രമല്ല, ഒന്ന് ഇമ പോലും വെട്ടാൻ അവൻ തയ്യാറായില്ല. മരിച്ചാലും ആ ബുള്ളറ്റ് തന്റെ കുഞ്ഞിന്റെ മേൽ ഡയറക്റ്റ് പതിക്കാതിരിക്കാൻ അവൾ പതുക്കെ സൈഡ് ചെരിഞ്ഞു നിന്നു. എടാ ആദു, നീ ലീലയെ പ്രൊട്ടക്ട് ചെയ്യ. അവള് പ്രഗ്നന്റാ. എടാ പൊട്ട, നിന്നോടാ പറയണേ. അവള് നിന്റെ ഭാര്യയാടാ, നിന്റെ കൊച്ചിന്റെ തള്ള. അവളുടെ വയറ്റിലുള്ളത് നിന്റെ ചോരയാടാ. ആഡം, ഒരു കാര്യം നീ ഓർത്തോ. നീ എന്നെ രക്ഷിച്ചാലും നിനക്കെന്നെ ജീവനോടെ കാണാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. നിന്റെ മുമ്പിൽ കിടന്ന് ഞാൻ മരിക്കും. ആ വീൽചെയറിൽ ഇരുന്ന് നെരിപുള്ളി കൊണ്ട അലനെ പെട്ടെന്ന് ആഡം തിരിഞ്ഞു നിന്ന് അവന്റെ ഷോൾഡറിൽ പിടിച്ചമർത്തിയിരുത്തി. ചേട്ടാ,
ചേട്ടൻ ശവമായാൽ പോലും ഞാൻ ചേട്ടനെ ചൂസ് ചെയ്യത്തുള്ളൂ, മനസ്സിലായോ? ഘോര, താനൊരു ആണൊരുത്തരാണെങ്കിൽ ബലഹീനതരായിട്ടുള്ള പെണ്ണുങ്ങളോട് മുട്ടാതെ ഇങ്ങനെ കൈവിറപ്പിക്കല്ലേടോ, മുന്നും പഴയ്ക്കും. തനിക്ക് നോട്ടല്ലോണ്ടെങ്കിൽ ആണുങ്ങളോടും. കണ്ണുകൾ ഇറക്കിയടിച്ച് വയറിനെ പൊത്തിപ്പിടിച്ചിരുന്ന ലൈല പരിഭ്രാന്തിയോട് കൂടി കണ്ണു തുറന്നു. ആ ബുള്ളറ്റ് തൻ്റെ വയറ്റിൽ പതിച്ചിട്ടില്ല എന്ന തിരിച്ചറിവിൽ പെട്ടെന്ന് അവൾ ആഡമിനെ നോക്കിയതും പൊട്ടിക്കരയാൻ തുടങ്ങി. ആ വെടിയുണ്ട തറച്ചു കയറിയത് ആഡമിൻ്റെ വലത്തേ കാലിലായിരുന്നു. ആ തുളയിൽ നിന്നും ചോര പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അവൻ പുറകോട്ട് 2-3 അടി വീഴാൻ പോയെങ്കിലും കൂടുതൽ ഡിറ്റർമിനേഷനോട് കൂടി ഘോരയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവിടെ തന്നെ ഉറച്ചു നിന്നു. നിന്റെ പെണ്ണിന്റെ കരച്ചിൽ കേട്ടില്ലേ? പാവം. എടോ ഘോര, ആ രണ്ടാമത്തെ ബുള്ളറ്റ് കൂടി ഷൂട്ട് ചെയ്യടോ. അതിനുള്ള സങ്കല്പുണ്ടോ എനിക്ക്? അതോ പ്രായാധികമായതുകൊണ്ട് അതിനുള്ള സ്ട്രെങ്ത് ഇല്ലേ? ആഡം കുറച്ചുനേരം മുമ്പ് അലനെ നെറ്റിയിൽ ചുംബിക്കുന്നതിനിടയിൽ തൻ്റെ ബൈസപ്പിൽ തുളച്ചു കയറ്റിയ ട്രാക്കർ വൈബ്രേറ്റ് ആവുന്നത് ശ്രദ്ധിച്ചിരുന്നു. ആ ട്രാക്കർ ആക്ടിവേറ്റ് ആയെന്നും ഫ്രാങ്കോ തന്നെ ട്രേസ് ചെയ്യുന്നുണ്ടെന്നുള്ള വിശ്വാസവുമായിരിക്കാം ആഡമിൻ്റെ ഇപ്പോഴുള്ള കോൺഫിഡൻസ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഘോര രണ്ടാമത്തെ ബുള്ളറ്റും ഫയർ ചെയ്തു. ചിന്തയിൽ ആണ്ടിരുന്ന ലൈലയുടെ മൈൻഡ് പെട്ടെന്ന് ബ്ലാങ്കായി. അവൾ പെട്ടെന്ന് ഘോരയുടെ ഉന്നം നോക്കിയപ്പോഴാണ് അറിയുന്നത് ആ രണ്ടാമത്തെ ബുള്ളറ്റിന് ഇരയായതും തൻ്റെ സ്വന്തം ഭർത്താവാണെന്ന്. ഇത്തവണ ആ വെടിയുണ്ട തറഞ്ഞത് അവൻ്റെ ഹൃദയഭാഗത്തായിരുന്നു. അവൻ്റെ ഷർട്ടിൻ്റെ ഇടതുഭാഗം ചോരയാൽ നനഞ്ഞു കുതിർന്നിരുന്നു. എന്നെ ഷൂട്ട് ചെയ്യടോ, അവനെ വെറുതെ വിട്ടേരെ. താനെന്നെ എങ്ങനെ വേണേലും കൊന്നോ. ചേട്ടാ ധൃതി വെക്കല്ലേ, എൻ്റെ ടേൺ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. ആഡമിന്റെ ശ്വാസോച്ഛ്വാസം പെട്ടെന്നായി. അവന്റെ കാഴ്ച ബ്ലറാവുന്നത് അവൻ അറിഞ്ഞു. ശരീരത്തിൽ നിന്നും നിൽക്കാതെ ഒഴുകുന്ന രക്തം ഇപ്പോൾ തന്റെ ജീവനെടുക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു. എന്നിരുന്നാലും ആ മൂന്നാമത്തെ ബുള്ളറ്റ് കൂടി ഏറ്റുവാങ്ങി പല്ലുറുക്കി കരച്ചിൽ പിടിച്ചു വച്ചിരിക്കുന്ന പെണ്ണിനെയും തൻ്റെ ചേട്ടനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ അവിടെ സ്വബോധം നഷ്ടപ്പെടുത്താതെ സകലമാന ശക്തിയും എടുത്ത് പാറ പോലെ ഉറച്ചു നിന്നു. ഘോര, കണ്ടിന്യൂ. ഐ തിങ്ക് ഐ ആം അഡിക്റ്റഡ്. കൈ വിറയ്ക്കാതെ ഉന്നം വയ്ക്കുക. ഘോരയെ പിന്നെയും ആഡം നിസ്സംഗതയിലാഴ്ത്തി. അവൻ്റെ ആ അരഗൻസ് ഘോരയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ലായിരുന്നു. പിന്നെ ആ മുഖവും. ഘോര ഒരിക്കൽ കൂടി ആ തോക്ക് ഉയർത്തി. ഇത്തവണ ആ ഗൺ പോയിന്റ് ചെയ്തത് ആഡമിന്റെ മുഖത്തായിരുന്നു. ലൈല, ഞാൻ പറഞ്ഞത് കേട്ടോ, സ്റ്റാൻഡ് അപ്പ്. ലൈല, എന്റെ വില കളയാതെ എഴുന്നേറ്റ് നിൽക്കാനാ പറഞ്ഞേ. എന്നെ ഷൂട്ട് ചെയ്യ, അവർക്ക് വേണ്ടി ഞാൻ മരിക്കാം. ലൈല, എന്റെ രസത്തിന് വേണ്ടി ഞാൻ കുറച്ചു നാൾ ഉപയോഗിച്ച പെണ്ണാ നീ. എനിക്ക് വേണ്ടി മരിക്കാൻ നിനക്ക് എന്ത് ക്വാളിഫിക്കേഷനാ ഉള്ളത്? യു ആർ നോട്ട് വർത്തി. മനസ്സിലായോ? എനിക്ക് വേണ്ടി മരിക്കാനുള്ള യോഗ്യത നിനക്കില്ലാന്ന്. ഘോര ആ കൺ ആഡമിന്റെ മുഖത്തായി തന്നെ ഉന്നം വച്ചു. പതറാതെ തികച്ചും ശാന്തനായി ഘോരയുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്ന ആഡം ആ സ്ത്രീയെ പോലെ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും അവന് തോന്നിച്ചു. ഓ മൈ ലവ് ആന്റണി, ഞാൻ സ്നേഹത്തെ കേൾക്കുന്നു, ഞാൻ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഈ തോക്കിലെ ബുള്ളറ്റിന് എൻ്റെ ഹൃദയമിടിപ്പിനെ നിശ്ചലമാക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ എൻ്റെ സ്നേഹം അതൊരിക്കലും നിലയ്ക്കില്ല. നിങ്ങളാണ് എൻ്റെ സ്നേഹം ആന്റണി. യു ആർ മൈ ലവ്. പക്ഷെ ഘോര ഒരിക്കലും അത് വിശ്വസിച്ചിരുന്നില്ല. ആ സ്നേഹം സത്യമായിരുന്നെങ്കിൽ തൻ്റേതല്ലാത്ത ഇങ്ങനൊരു മകൻ ആ സ്ത്രീക്ക് ജനിക്കുമായിരുന്നില്ല. ഘോരയുടെ തോക്ക് പിടിച്ച കൈ ചെറുതായി ഒന്ന് വിറച്ചു. ആ മുഖത്തേക്ക് വെടിയുതിർത്താൻ അവന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം തോക്കിൻ്റെ കാഞ്ചി വലിച്ചപ്പോൾ അവൻ കണ്ണുകൾ അടച്ചു പിടിച്ചത്. ഇതിൽ കൂടുതലൊന്നും ആഡമിന് താങ്ങാനാവുമായിരുന്നില്ല. കാറ്റത്ത് വൃക്ഷം മാർത്തലച്ച് കടപൊഴുകിയതുപോലെ അവൻ നിലം പതിച്ചു. മുഖമാകെ ചോരയൊലിച്ച് ആഡം അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പറഞ്ഞ വാക്ക് പാലിക്കണം. ഞാൻ മരിച്ചിട്ടില്ല. എൻ്റെ ചേട്ടന് പോകാൻ അനുവദിച്ചേരെ. ആഡമിന്റെ തല ഉന്നം വെച്ച ഘോരയ്ക്ക് അതിന് കഴിയുന്നില്ലായിരുന്നു. താൻ ഒരിക്കൽ വല്ലാണ്ട് ഹൃദയത്തിലേറ്റിയ ആ സ്ത്രീയുടെ അതേ മുഖമുള്ള ആഡമിനെ കൊല്ലാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ടാവാം ഈസിയായി അവനെ കൊല്ലാമായിരുന്നിട്ടും അവസാന നിമിഷം ആ ലാസ്റ്റ് ബുള്ളറ്റ് സ്കാൾപ്പിനെ പോർപ്പിച്ചുകൊണ്ട് അവൻ മിസ്സാക്കിയത്. ജെയ്സൺ, പുറത്തു വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്ക് അലൻ ജോണിനെ കൈമാറിയരെ.
എടാ ആദു, ഈ ചേട്ടനെ ഒറ്റയ്ക്ക് വിടല്ലേടാ. നിന്റെ ചേട്ടന് ഒറ്റയ്ക്ക് ജീവിക്കണ്ടടാ. ജീവിക്കുവാണെങ്കിൽ ഒരുമിച്ച്, മരിക്കുവാണെങ്കിലും ഒരുമിച്ച്. എനിക്ക് നിന്റെ ഒപ്പം നിന്നാ മതിയടാ. എന്റെ ചേട്ടാ പൊട്ടത്തും പറയാതെ, ഈ കണ്ട ബുള്ളറ്റൊക്കെ ഞാൻ ആർക്ക് വേണ്ടിയാ കൊണ്ടത്? എന്നിട്ടിപ്പോ എന്റെ അപ്പം ചത്താ മതിയെന്നോ? ഗെറ്റ് ലോസ്റ്റ്. അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഇതിന് പലിശ സഹിതം ഞാൻ വാങ്ങിക്കോളാം. അവസാനം അലൻ പോകാൻ തന്നെ തീരുമാനിച്ചു. മറ്റാരേക്കാളും അലൻ അറിയാമായിരുന്നു ആഡം തന്നെ ചൂസ് ചെയ്ത് പണ്ട് അവന് വേണ്ടി ചെയ്തതിന് നന്ദി പ്രകടനമായിരുന്നെന്ന്. എന്നും കുറ്റബോധം കൊണ്ട് വെണ്ണീറായ ആഡമിന് ഇങ്ങനെയെങ്കിലും ആശ്വാസം കിട്ടട്ടെ എന്നും അലൻ വിചാരിച്ചു. അതുകൊണ്ട് തനിക്ക് തിരികെ കിട്ടിയ ജീവൻ ആഡമിന് വേണ്ടി ജീവിച്ചു തീർക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. തൻ്റെ ചേട്ടനെ കൊണ്ട് സ്പീഡ് ബോട്ട് പോയ ശബ്ദം കേട്ട ശേഷം ആഡം പതുക്കെ തറയിൽ ഇരിക്കുകയായിരുന്ന ലൈലയ്ക്ക് നേരെ തല ചരിച്ചു. ഞാനിപ്പോ നിന്റെ കൂടെ ആയില്ലേ, നിന്റെ ഒപ്പം എനിക്ക് മരിക്കാം. സന്തോഷായില്ലേ? എനിക്ക് സന്തോഷായി. ഐ ആം വെരി വെരി ഹാപ്പി. നിനക്കൊരു കാര്യം അറിയോ? നീ ശരിക്കും ഒരു സ്റ്റുപ്പിഡാ. പിന്നെ നിന്നെ കാണാനാണെങ്കിൽ ആവറേജ് ലുക്കും. ഞാൻ കണ്ണുപൊട്ടനായിരിക്കും അല്ലേ? അതുകൊണ്ടല്ലേ നിന്നെ കല്യാണം കഴിച്ചേ. നിർത്തുന്നുണ്ടോ? ആഡം പതുക്കെ വിറയ്ക്കുന്ന കൈപ്പത്തി അവളുടെ വയറ്റിൽ സ്പർശിച്ച് ആ പുതുജീവന്റെ സ്പന്ദനത്തെ തൊട്ടറിഞ്ഞു. ആഡം തന്റെ ബൈസപ്പിലുള്ള ട്രാക്കർ കുത്തിയെടുത്തു ലൈലയുടെ കയ്യിൽ വച്ചു കൊടുത്തു. അവൻ നിന്നെ നമ്മുടെ കുഞ്ഞിനെ സേവ് ചെയ്യും. Take care of yourself and our child. ആ നിമിഷം അവൾക്ക് ജീവിക്കണമെന്നുള്ള ആശ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. ഫാദർ, സ്കറിയയുടെ മിലിറ്ററി ഫോഴ്സ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്തെത്തിയിട്ടില്ല. ഒരു 40 മിനിറ്റ്സ് എങ്കിലും പിടിക്കും. നമ്മൾ ഹൈ സ്പീഡിൽ ഉൾക്കടലിലോട്ട് നീങ്ങുക. ഇത് കേട്ട ലൈലയ്ക്ക് ഒരല്പം പ്രതീക്ഷയ്ക്കുള്ള വകയായി. അവൾ ആഡമിന്റെ ബെൽറ്റ് അഴിച്ച് തൊടയിൽ മുറുക്കി കെട്ടി ബ്ലഡിന്റെ ഒഴുക്കിനെ കുറച്ചു. നെഞ്ചിന് താഴെ കൊണ്ട ബുള്ളറ്റിന്റെ മുറിവിനെ കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു. ഓക്കെയാണോ? എന്നെ നോക്കണ്ട. ആഡമിനെ ഒരു കാരണവശാലും കൊണ്ടുപോകാൻ അനുവദിക്കരുത്. ആ പുകയുടെ മറവിൽ ആഡമിനെ ആരോ തന്റെ കയ്യിൽ നിന്നും വലിച്ചു കൊണ്ടുപോകുന്നത് അവൾ ശ്രദ്ധിച്ചു. അവരുടെ പിറകെ പോകാൻ നിന്ന ലൈലയുടെ ഒരു കാൽ ചങ്ങലയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ പൊക്കോ. ആഡമിന്റെ ബ്ലഡ് ഒത്തിരി പോയിട്ടുണ്ട്. പൊക്കോ, പെട്ടെന്ന് പോ. 3 മിനിറ്റുകൾക്ക് ശേഷം ആ അന്തരീക്ഷം പുകയെല്ലാം മാറി ശാന്തമായിരുന്നു. തറയിൽ ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്ന ലൈല പതുക്കെ അവിടെ സോഫയിൽ ഇരിക്കുകയായിരുന്ന ഖോരയെ നോക്കി. ഖോരയുടെ ഒരു ഷോൾഡറിൽ നിന്നും ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. അത് ഫ്രാങ്കോ കൊടുത്ത സ്ട്രൈക്കാണെന്ന് അവൾ ഊഹിച്ചു. ഫാദർ, ക്രൂയിസ് മൊത്തം അരിച്ചു പറക്കി. ആഡമിന്റെ പൊടി പോലും കാണാനില്ല. ഫ്രാങ്കോ സേവ് ചെയ്തെന്നാ തോന്നണേ. പിന്നെ ഫാദർ, അവരെ അടുത്തെത്താറായി. അരമണിക്കൂറിനുള്ളിലെത്തുമായിരിക്കും. ഈ പെണ്ണിനെ കടലിലേക്ക് എറിഞ്ഞേരെ. കടലോ? അയ്യോ, നിങ്ങൾ എന്നെ വേറെ എന്തു വേണേലും ചെയ്തോ. കടലിൽ എറിയല്ലേ. നിന്റെ കെട്ടിയോനാ ഇവിടെ ആദ്യം ഇട്ടിട്ട് പോയത്. നരകത്തിൽ ചെല്ലുമ്പോൾ അവനെ വെറുക്കാനുള്ള സമയം ആവോളം ഉണ്ട്. ഫാദർ, ഇവളെ ഞാൻ സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാം. ഉൾക്കടലിലാവുമ്പോൾ ശവാത്ര പെട്ടെന്നൊന്നും കണ്ടുപിടിക്കൂല.
സിംബ ലൈലയെ രണ്ട് കൈയും പുറകോട്ട് ബന്ധിച്ച് വായിൽ ടേപ്പും ഒട്ടിച്ച് സ്പീഡ് ബോട്ട് ആ ക്രൂയിസ് ഷിപ്പിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഓടിച്ചു. ആഴമേറിയ ആ നീലക്കടൽ രാത്രിയെ വരവേറ്റിരുന്നു. കുറച്ചങ്ങോട്ട് പോയതിനു ശേഷം ആ ബോട്ട് പെട്ടെന്ന് സിംബ നിശ്ചലമാക്കി. അവൻ ലൈലയുടെ അടുത്തേക്ക് നടന്നു. തൻ്റെ അടുത്തേക്ക് വരുന്ന സിംബയെ കണ്ടതും അവൾ പുറകോട്ട് നിരങ്ങി നീങ്ങി. അവളുടെ മൂടപ്പെട്ട വായിൽ നിന്നും വന്ന കരച്ചിൽ അവ്യക്തമായിരുന്നു. സിംബ ആ ഷിപ്പിൻ്റെ ഡയറക്ഷനിലേക്കൊന്ന് നോക്കിയതിനു ശേഷം ലൈലയുടെ ചുണ്ടുകളിൽ ഒട്ടിച്ച ആ ടേപ്പ് പറിച്ചു മാറ്റി. ഞങ്ങളെ വെറുതെ വിട്ടേരെ പ്ലീസ്. സിംബ ലൈലയെ ഒന്ന് നോക്കിയതിനു ശേഷം ദീർഘശ്വാസം എടുത്തു. ലുക്ക്, എനിക്കും ഇത് ഭയങ്കര ചടപ്പാണെന്നേ. ഞാനും കൊന്നു മടുത്തു. പക്ഷേ ഓക്കെ, നിന്നെ ഞാൻ വെറുതെ വിടാം. പക്ഷേ ഈ കടലിൽ നിനക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇനി ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കും എന്ന് മാത്രം. ഇതും പറഞ്ഞുകൊണ്ട് സിംബ കൈയും കാലും കെട്ടിവച്ചത് അഴിച്ചു മാറ്റി. കൂടെ ഒരു ലൈഫ് ജാക്കറ്റ് കൂടി അവൾക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവളെ ആ കടലിലേക്ക് തള്ളിയിട്ടു. ഗുഡ് ലക്ക്. അതും പറഞ്ഞ് അവൻ ആ സ്പീഡ് ബോട്ട് തിരിച്ചു പായിച്ചു. പെട്ടെന്നുണ്ടായ ആ വീഴ്ചയിൽ അവളുടെ വായിലേക്കും മൂക്കിലേക്കും കടൽ വെള്ളം കയറി. Someone help me. ആരെങ്കിലും ഉണ്ടോ അവിടെ? എന്നെ ഒന്ന് രക്ഷിക്കേ. കുറച്ച് സമയത്തിന് ശേഷം അവൾ ഹെൽപ്പ് ചോദിക്കുന്നതും നിർത്തി. തൻ്റെ എനർജി വേസ്റ്റ് ആവുന്നതല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലായിരുന്നു. എന്തെങ്കിലും മിറാക്കിളും സംഭവിക്കുന്നതും കാത്ത് അവൾ ആ വിജനമായ കടലിൻ്റെ ഓളങ്ങളിൽ പൊങ്ങിയും താന്നും അങ്ങനെ കിടന്നു. രാത്രിയുടെ ആഗമനത്തോടു കൂടി വെള്ളത്തിൻ്റെ തണുപ്പ് കൂടുന്നതും അവൾ ശ്രദ്ധിച്ചു. കൂടെ വിശപ്പും പോരാത്തതിന് പേടിയും. കർത്താവേ, ഞാൻ വിഷമിക്കുന്നതൊന്നും കാണുന്നില്ലേ? എന്ത് തരം തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ കർത്താവെ ഞാൻ ഈ അനുഭവിക്കുന്നത്? എന്നോട് എൻ്റെ കുഞ്ഞിനോട് കരുണ കാണിച്ചാലും പ്ലീസ്. ആഡം അവസാനമായി കൊടുത്ത ആ ട്രാക്കർ അവൾ കൈക്കുള്ളിൽ മുറുക്കെ പിടിച്ചു. അതുമാത്രമായിരുന്നു അവളുടെ ആകെയുള്ള പ്രതീക്ഷ. അതിൻ്റെ അനക്കം കുറെ മുന്നേ നിലച്ചിരുന്നിട്ട് കൂടി. എൻ്റെ കുഞ്ഞ്, റിയലി സോറി. ഈ മമ്മയോട് ക്ഷമിക്കൂലേ? മോൻ്റെ ഈ മമ്മ ഇത്ര യൂസ്ലെസ് ആയി പോയത്. ഐ ആം റിയലി സോറി മൈ ഡാർലിംഗ്. ഈ മമ്മയ്ക്ക് എൻ്റെ പൊന്നിനെ എന്ത് ഇഷ്ടമാണെന്നറിയോ? പപ്പയ്ക്കും ഇഷ്ടാ. ജോഷിയുടെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട മീര ഒരു ഫിഷ് ബോട്ട് കടമെടുത്ത് ആഡമിനെ ഖോരയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്താനായി പോകുന്ന വഴിയെ ലൈലയുടെ നിലവിളി കേൾക്കാൻ ഇടയാവുകയും അതിലെ മുക്കുവന്മാർ അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കപ്പലിൽ അറിയാതെയാണെങ്കിലും അഭയം കൊടുക്കുന്നു. നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ. ഇനി ആഡം നിന്നെയും കൊച്ചിനെയാണോ ചൂസ് ചെയ്തേ? അല്ല, ആലനെയാ ആഡം ചൂസ് ചെയ്തേ. പിന്നെ നീ എങ്ങനെ എസ്കേപ്പ് ആയേ? ഞാൻ എസ്കേപ്പ് ആയതല്ല, എന്നെ നിന്റെ ഫാദർ കടലിൽ എറിഞ്ഞതാ. അപ്പോൾ ആഡം എന്തേ? അവനെയും കടലിലെറിഞ്ഞോ? ആഡം നിന്നോടാ ചോദിച്ചത്. ആഡം എന്തേന്ന്? അവൻ ചത്തോയ ജീവനോടെ ഉണ്ടോ? ആഡമിൻ്റെ കണ്ടീഷൻ സീരിയസ് ആയിരുന്നു. ഒരുപാട് ബ്ലഡ് ലോസായി. നിന്റെ ഫാദർ ആഡമിനെ 3 തവണ ഷൂട്ട് ചെയ്തത്. ഒന്ന് കാലിലും നെഞ്ചിലും തലയിലും ആയിട്ട്. വാട്ട്? 3 തവണയോ? അവൻ മരിച്ചോ? എനിക്കറിയില്ല. ഒരാൾ വന്ന് അവരെ ആ ഷിപ്പിൽ നിന്ന് സേവ് ചെയ്തത് മാത്രമേ എനിക്കറിയാം. ആര്? എനിക്കറിയില്ല. സ്മോക്ക് ആരാ, എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ഫ്രാങ്കോ. അത് ഫ്രാങ്കോ ആവാനേ വഴിയുള്ളൂ. എന്നിട്ട് ആഡമിൻ്റെ ഇഞ്ചുറി എങ്ങനെയാ? സീരിയസ് ആയിരുന്നോ? അവന് ജീവനുണ്ടായിരുന്നപ്പോ? അതറിയില്ല, ബോധം പോയിരുന്നു. ഹലോ, പെട്ടെന്ന് തിരിക്കുക. കരയോടെ അടുപ്പിക്കുക, നമ്മൾ തിരിച്ചു പോവാ. അല്ല, നീ ഇപ്പോഴും ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്ന എങ്ങനെയാ? ഈ ലൈഫ് ജാക്കറ്റ് ആരാ നിനക്ക് തന്നേ? സിംബയാണോ? ഷീറ്റ്, ആ മൊണ്ണയോട് ഞാൻ പറഞ്ഞതാ ആഡമിന് കാര്യങ്ങൾ എളുപ്പത്തിലാക്കി കൊടുക്കാൻ. എന്നിട്ട് അവൻ നിന്നെയാണോ സഹായിച്ചേ? ഇഡിയറ്റ്. അല്ലെങ്കിൽ ഞാൻ എന്തിനാ നിന്നെ രക്ഷിക്കണേ? നീ ചത്തുപോയ എൻ്റെ കാര്യങ്ങൾ എളുപ്പത്തിലല്ലേ ആവുള്ളൂ? അതെ, ഇവിടെ തിരിച്ചങ്ങ് കടലിലേക്ക് തന്നെ ഇറങ്ങിയേരെ. ഈ ലൈഫ് ജാക്കറ്റ് ഇടണോ പെങ്ങളെ? അത് ഷാർക്കുകൾക്ക് ഇഷ്ടാവത്തില്ല. നീ എന്നെ കടലിൽ അറിയില്ല. എനിക്ക് മരിക്കാൻ പറ്റില്ല. അതെന്താ? നീ ദൈവത്തിൻ്റെ സ്വന്തക്കാരി വല്ലതും ആണോ? ഞാൻ മരിച്ചാലും ജീവിച്ചാലും ആഡമിനെ ബാധിക്കുന്ന വിഷയമല്ലായിരിക്കും. ബട്ട് അവൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട.
മീര, ഇത് നീ മറക്കണ്ട. അതിനെ ചെയ്തതിന് ഇതുവരെ ആഡം നിനക്ക് മാപ്പ് തന്നിട്ടില്ല. അപ്പൊ അവരുടെ ചോരനെ നീ കൊന്നെന്നറിഞ്ഞാൽ പിന്നെ ആലോചിക്കേ വേണ്ട. പിന്നെ വിവാഹം ചെയ്ത് കൂടെ ജീവിക്കാനുള്ള നിന്റെ മോഹത്തിന്റെ കാര്യം പറയണ്ടല്ലോ. അതിന് ഞാനാ നിന്റെയും നിന്റെ വയറ്റിൽ കിടക്കുന്നതിൻ്റെയും മരണത്തിന് ഉത്തരവാദി എന്ന് ഒരു ആത്മാവും അറിയാൻ പോണില്ല. എൻ്റെ ഫാദറിൻ്റെ മേലെ ആ കുറ്റം വരുവുള്ളൂ. അപ്പൊ ആഡം ജീവിതകാലം മുഴുവൻ നിന്റെ ഫാദറിനോട് പകപോക്കി നടക്കണമെന്നാണ് നീ പറയുന്നത്? ആഡം കെട്ടിടങ്ങാത്തോളം കാലം നിനക്ക് നീ ആഗ്രഹിച്ച ലൈഫ് കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പിന്നെ നിന്നെ അവൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ച് സുഖിച്ച് ജീവിക്കാനുള്ള അവസരം ഞാൻ നിനക്ക് ഒരുക്കി തരണം എന്നാണോ നീ പറയുന്നേ? ജീവച്ഛമായ അവരുടെ ചേട്ടന് വേണ്ടി എന്നെ എൻ്റെ കൊച്ചിനെ ബലി കൊടുത്ത് അങ്ങേരുടെ അടുത്തേക്ക് ഇനി ഞാൻ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സോറി അല്ലേ, എൻ്റെ ജീവനൊരു വിലയില്ലായിരിക്കും, പക്ഷെ എൻ്റെ വയറ്റിലുള്ളത് അയാളുടെ കൂടിയല്ലേ. ഇത്രയും വലിയ അനീതി കാണിച്ച അയാളോട് കർത്താവ് ഒരിക്കലും പൊറുക്കില്ല. അതുപോലെ ഞാനും ഈ ജന്മത്തെ അവരോട് എനിക്ക് പുറത്തു കൊടുക്കാൻ പറ്റില്ല. നോൺസെൻസ്. വെറുതെ അവിടെ നോക്കി നിൽക്കാതെ ഇവളെ ആ കടലിലേക്ക് എറി. പെങ്ങളെ, അത് നമ്മൾ കരക്കെടുക്കാറായി. കൂടാതെ അവിടെ ഒത്തിരി പെട്രോളിംഗ് ബോട്ട്സ് ഉണ്ട്. അത് പ്രശ്നമാവൂലേ? മീര, നീ ഹോസ്പിറ്റലിൽ പോയി ആഡമിനെ വിസിറ്റ് ചെയ്യ്. ആഡമിൻ്റെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. ഇനിയും വൈകിച്ചാൽ ചിലപ്പോൾ ഒരിക്കലും കാണാൻ പറ്റിയെന്ന് വരില്ല. ഒരു കാര്യം ചെയ്യ്, ഇവളെ ഇവിടെ തന്നെ ഒളിപ്പിച്ചേരെ. 3 ദിവസം കഴിയുമ്പോൾ 20 lakhs rupees ഇവിടെ വന്ന് ഇവളെ ഞാൻ റിഡീം ചെയ്തോളാം. കയ്യും കാലം കെട്ടിയ വാ മൂടാൻ മറക്കരുത്. ആ ബോട്ടിൽ നിന്നും ഇറങ്ങി കരയിലേക്ക് പോയ മീരയെ കണ്ട് ലൈല ഒരു നെടുവീർപ്പിട്ടു. കുറഞ്ഞത് 3 ദിവസത്തേക്കെങ്കിലും അവൾക്ക് സമാധാനിക്കാം. മീര സിംബയെ കോണ്ടാക്ട് ചെയ്ത് ആഡമിൻ്റെ വിവരം അന്വേഷിക്കാൻ നോക്കിയെങ്കിലും ആ കോൾ റീച്ച് ആവുന്നില്ലായിരുന്നു. ആഡം എവിടെയാ? ആഡം ബ്രോ ആ ക്രൂയിസ് ഷിപ്പിലായിരുന്നല്ലോ. ഇഡിയറ്റ്. ഫ്രാങ്കോയോ? അവൻ എവിടെയാണെന്ന് അറിയുമോ? ബോസ് എവിടെയാണെന്ന് എനിക്കറിയില്ല. സ്വർഗത്തിലല്ലെങ്കിൽ നരകത്തിലായിരിക്കും. കൂടുതലും നരകത്തിലാകാനാണ് ചാൻസ്. ഫ്രാങ്കോ ആഡമിനെ സേവ് ചെയ്തു. പെട്ടെന്ന് ഫ്രാങ്കോ എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടി. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അവനെ ആഡമിനെ മാറ്റിയിട്ടുണ്ടാവും. കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിച്ചറിയിക്കുക. യൂസ്ലെസ്. മീര എന്താ പറഞ്ഞേ? ഫ്രാങ്കോ ആഡം ബ്രോൻ രക്ഷപ്പെടുത്തിയെന്ന്. ഫ്രാങ്കോ? അവൻ മരിച്ചില്ലേ? വേറെ എന്താ പെണ്ണു പറഞ്ഞേ? അത് ആഡം ബ്രോനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി കാണുമെന്ന്. Turn back. We'll go back to look for Franco. ബോസ് അതിന് മരിച്ചു പോയില്ലേ? കൊള്ള നായിൻ്റെ മോൻ. He faked his death. അലക്സിന് കോപം കത്തി. ഫ്രാങ്കോ തൻ്റെ മരണം അഭിനയിച്ചെന്നും മാത്രമല്ല ആഡം തൻ്റെ സഹായം നിരസിച്ചുകൊണ്ട് ഫ്രാങ്കോയെ വീണ്ടും ചൂസ് ചെയ്തതിലുമായിരുന്നു അവൻ്റെ സങ്കടം. 10 മാസങ്ങൾക്ക് മുമ്പ് ആ വലിയ തീപിടുത്തത്തിൽ നിന്നും ആഡമിനെ സ്വന്തം ജീവൻ റിസ്ക്കാക്കിക്കൊണ്ട് രക്ഷപ്പെടുത്തിയത് അലക്സാണ്. എന്നിട്ടും ആഡം തന്നേക്കാൾ ഫ്രാങ്കോയെ പ്രിഫർ ചെയ്യുന്നെന്ന് അറിഞ്ഞപ്പോൾ അവൻ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ബോസും ആഡം ബ്രോയും കൂടി എന്നെയും പറ്റിച്ചോ? അവരിനി വല്ല അഫയറിലും ആണോ? അത് കേട്ടതും അവരുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ആ ടേബിൾ അലക്സ് ദേഷ്യം കൊണ്ട് എടുത്തു മറച്ചിട്ടു. ഫ്രാങ്കോ ഏത് ഹോസ്പിറ്റലിലാണ് പോവാറെന്നറിയോ? എനിക്കറിയാം, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാ. അങ്ങനെ 2 മണിക്കൂറുകൾക്ക് ശേഷം ഫ്രാങ്കോ വരാൻ ചാൻസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് വരുൺ അലക്സിനെയും കൂട്ടി വന്നു. ഡോക്ടർ, ഈ ആഡം ജോൺ എന്ന് പറയുന്ന പേഷ്യൻ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? He is gone. പോയെന്നോ? അയ്യോ, എൻ്റെ ആഡം ബ്രോ ഞങ്ങളെ വിട്ടു പോയെന്നോ? അതിനെങ്ങനെ സാധിക്കും ഞങ്ങളുടെ ബ്രോയ്ക്ക് ഞങ്ങളെ വിട്ട് ഇത്രയും പെട്ടെന്ന് പോകാൻ? അയ്യോ, ഞങ്ങളുടെ ബ്രോ എവിടെ? എൻ്റെ ബ്രോൻ്റെ ഡെഡ് ബോഡി അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് ആഡം ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോയിന്നാ. ഫ്രാങ്കോ എന്ന് പേരുള്ള ഒരുത്തൻ കൂട്ടിയിട്ട് പോയി. ആഡമിൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടായിരുന്നു? 3 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. 2 ബുള്ളറ്റാണ് പുറത്തെടുത്തത്. ഔട്ട് ഓഫ് ഡേഞ്ചർ ആയെങ്കിലും കണ്ടീഷൻ കുറച്ച് ബാഡാ. ഒരെണ്ണം ഹേർട്ടിൻ്റെ 1 സെൻറ്റിമീറ്റർ അകലെയായിരുന്നു. പിന്നെ ഒരെണ്ണം കാലിൻ്റെ തൊടയിലും. ഫ്രാങ്കോ എങ്ങോട്ടേക്ക് പോകാനാ ചാൻസ് എന്നറിയുമോ? അത് കർത്താവിനറിയാൻ പോലും ചാൻസ് ഇല്ല. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ? സർവൈലൻസിൽ വിളിച്ച് എല്ലാ ട്രാക്കും ചെക്ക് ചെയ്യാൻ പറ. ആകാശം തിരിച്ചു വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ആഡമിനെ കണ്ടുപിടിക്കുക. ബ്രോ വിഷമിക്കാതെ, ഞങ്ങളുടെ ബോസിന്റെ കൂടെയാണെങ്കിൽ ആഡം ബ്രോ സേഫ് ആയിരിക്കും. എൻ്റെ കൂടെയാണെങ്കിൽ സേഫ് അല്ലെന്നാണോ അതിനർത്ഥം? ആ കടലിന് നിയർബൈ ആയിട്ടുള്ള 5-6 ഹോസ്പിറ്റലിലൂടെ ആഡമിനെ തപ്പി കയറിയിറങ്ങി വിഷമിച്ച മീരയെ വരുൺ വിളിച്ച് ആഡം സേഫാണെന്നും ഫ്രാങ്കോയുടെ കൂടെയാണെന്നും ഉള്ള വിവരം അറിയിക്കുന്നു.
അവൾ നേരെ ആഡമിന്റെ ഹൗസിലേക്ക് പോകുന്നു. ആഡം സേഫായെങ്കിൽ തീർച്ചയായും അവൻ അലനെ വിളിച്ച് അറിയിക്കാതിരിക്കില്ല എന്ന് മീരയ്ക്ക് ഉറപ്പായിരുന്നു. ആഡമിനെ കാണണമെങ്കിൽ അലനെ സമീപിച്ചാൽ മതിയെന്ന് അവൾക്കറിയാമായിരുന്നു. കുറച്ചു നേരമായി ഡോറിൽ വന്ന് മുട്ടിക്കൊണ്ട് നിന്ന മീരയ്ക്ക് അന്നാമ ഡോർ ഓപ്പൺ ആക്കി കൊടുത്തില്ല. ഹേയ്, ഓപ്പൺ ദ ഡോർ. അലൻ, നിന്റെ ഈ സെർവന്റിനോട് എനിക്കൊന്ന് ഡോർ തുറന്നു തരാൻ പറ. എനിക്ക് നിന്നെ ഒന്ന് കാണണം അലൻ. ഇവിടെ വന്ന് നിന്ന് ഇനിയും ബഹളം ഉണ്ടാക്കി നിന്റെ നാവും ഞാനും കൂടെ അരിയും. അന്നാമ, ഈ ഡോറൊന്ന് തുറന്നേരെ. ഞാനാ അലക്സ്. പിന്നെ നിന്റെ ഫാദറിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞേരെ ഈ കളി ഇവിടെ അവസാനിച്ചെന്ന്. ഇനിയും ജോൺ ബ്രദേഴ്സിനെ ബുദ്ധിമുട്ടിക്കാനാ പ്ലാനെങ്കിൽ നിന്റെ ഫാദർ ഈ അലക്സിനെ കൊണ്ട് കുറച്ച് പാടുപെടൂന്ന്. അലക്സ്, നീ എന്താടാ വൈകിയേ? ആഡം അവനെ പറ്റി വല്ല വിവരം കിട്ടിയോ? റിലാക്സ്, ആഡം സേഫാണ് ഫ്രാങ്കോയുടെ കൂടെ. കോരയുടെ കണ്ണിൽ പെടാതിരിക്കാനായിരിക്കും അവരിപ്പോൾ ഹൈഡ് ചെയ്തിരിക്കുന്നത്. അവൻ ഓക്കെ ആയി കഴിഞ്ഞാൽ ബ്രോനെ വിളിക്കാതിരിക്കില്ല. ശരിക്കും അലക്സ്, നീ സത്യം തന്നെയല്ലേ പറയുന്നേ? 3 വെടിയുണ്ടി അവന്റെ ദേഹത്ത് തുളഞ്ഞു കയറിയത്. അതേ നീ, അവൻ്റെ മെയിൻ സർജനെ ഞാൻ കണ്ടിട്ട് വരുന്ന വഴിയാ. അത് നന്നായി. അവളോ? ലൈല എവിടെയാണെന്ന് വല്ല വിവരമുണ്ടോ? ഐ എം നോട്ട് ഷുവർ. കോരയുടെ ആശുപത്രി തന്നെയാവാനാ വഴി. പാവം, ഇതിനൊക്കെ ആ കുട്ടിയോട് ഞാൻ എങ്ങനെ പകരം വീട്ടും? അത് പ്രഗ്നന്റ് കൂടിയാ. എന്താ? ആ പെണ്ണ് പ്രഗ്നന്റ് ആണെന്നോ? ആഡമിന്റെ കുട്ടിയായിട്ടോ? ഇതേ സമയം ഫ്രാങ്കോയുടെ ഗോസ്റ്റ് ഹൗസിൽ സർജറി കഴിഞ്ഞ അബോധാവസ്ഥയിൽ തുടർന്ന ആഡമിന് അടുത്ത് തന്നെ എങ്ങും മാറാതെ ഫ്രാങ്കോ നിൽക്കുകയായിരുന്നു. ആഡമിന്റെ ബൈസപ്പിൽ തുളച്ചു കയറ്റിയ ട്രാക്കറിന്റെ കാര്യം ഓർമ്മയിൽ വന്നതും അത് അന്വേഷിച്ച ഫ്രാങ്കോയ്ക്ക് അവന്റെ ദേഹത്തു നിന്നും അത് കണ്ടെത്താനായില്ല. അത് ആക്ടിവേറ്റ് ആക്കാൻ നോക്കിയപ്പോഴാണ് റിമോട്ട് വെച്ച ബാഗ് ആഡമിനെ സേവ് ചെയ്യുന്നതിനിടയിൽ ആ ക്രൂയിസ് ഷിപ്പിൽ തന്നെ വെച്ച് മറന്ന കാര്യം ഓർത്തത്. കുറച്ചധികം ജെമഫോബിക് ആയ ഫ്രാങ്കോ പതിയെ വാം വാട്ടറിൽ മുക്കിയ ടവൽ വെച്ച് ആഡമിന്റെ ബോഡി ക്ലീൻ ചെയ്യുന്നതിനിടയിൽ ആഡം ചെറുതായൊന്ന് മുരങ്ങി. ഇത് ഞാനാ ഫ്രാങ്കോ. എല്ലാം ഓക്കെയാ. യു ആർ സേഫ് നൗ. കുറച്ചു നേരം പിറുപുറത്തതിനു ശേഷം ആഡം വീണ്ടും അബോധാവസ്ഥയിലായി. ഫ്രാങ്കോ വരുണിനെ വിളിച്ച് ഇപ്പോൾ സ്കറിയുടെ ഫോഴ്സ് പോർട്ടിൽ പിടിച്ചു വച്ചിരിക്കുന്ന ഘോരയുടെ ക്രൂയിസ് ഷിപ്പിൽ പോയി മിസ്സായ ആ ക്യാൻവാസ് ബാഗ് എടുത്തിട്ട് വരാൻ ആവശ്യപ്പെടുന്നു. ഇതേ സമയം ആ ചെറിയ ഫിഷിംഗ് ബോട്ടിൽ തടവിലാക്കി വച്ചിരിക്കുന്ന ലൈല മുന്നോട്ടിനി എന്താണെന്നോർത്ത് വ്യാകുലപ്പെടാതെ തൻ്റെ വയർ നിറയ്ക്കുന്ന തിരക്കിലായിരുന്നു. തനിക്ക് 3 നേരം ഫുഡ് മേടിച്ച് തന്ന ആ ബോട്ടിൽ ഉണ്ടായിരുന്ന മുക്കുവന്മാർ കുറച്ചെങ്കിലും അലിവുള്ളവർ ആണെന്ന് അവൾക്ക് തോന്നിയത് കൊണ്ടാവാം അവൾ പതുക്കെ അവരുമായിട്ട് ഗൂഢാലോചന നടത്താൻ തീരുമാനിച്ചു. മീര അവർക്ക് 25 ലക്ഷം രൂപയാണ് അവളെ ഈ ബോട്ടിൽ 3 ദിവസം പിടിച്ചു വയ്ക്കുന്നതിന് ഓഫർ ചെയ്തതെങ്കിൽ തന്നെ വിട്ടയച്ചാൽ അതിൻ്റെ ഇരട്ടി തരാമെന്ന് ലൈല വാഗ്ദാനം ചെയ്തു. ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് അവർ സമ്മതിച്ചു. അതിന് ആദ്യം അവർ ലൈല കൊടുത്ത അലൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് ആ 50 lakh റുപ്പീസിന്റെ ഡീൽ ഉറപ്പിച്ചു. ക്യാഷുമായി വന്നാൽ ലൈലയെ റിഡീം ചെയ്യാം എന്ന് പറഞ്ഞു വന്ന കോളിന് അനുസൃതമായി ഫിലിപ്പ് സ്യൂട്ട് കേസിൽ മണി നിറച്ചുകൊണ്ട് ലൈലയെ കൂട്ടാനായി അവർ പറഞ്ഞ ആ കപ്പൽ തുറമുഖത്തേക്ക് പോകുന്നു. ഫിലിപ്പ് അവിടെ ചെന്ന് ആ ഡീൽ ഉറപ്പിക്കുന്നതിനിടയിൽ ഈ ന്യൂസ് ഓൾറെഡി മീരയുടെ ചെവിയിൽ ഏതോ ഒരു മുക്കുവൻ ലീക്കാക്കിയത് കൊണ്ടാവാം മീരയും മീരയുടെ ഒരു ശിങ്കടിയും അവിടെ രംഗപ്രവേശനം നടത്തുന്നു. ആ ശിങ്കടി മുക്കുവന്മാരെയും ലൈലയെയും മയക്കുവെടി വച്ചതിന് ശേഷം ലൈലയെ മീരയുടെ കാറിന്റെ ഡിക്കിയിലാക്കുന്നു. ലൈലയെ ഘോരയുടെ വെയർഹൗസിൽ ഒളിപ്പിക്കാനായി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയ മീരയുടെ കാറിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വരുൺ മുമ്പിൽ കയറി നിന്നു. ഫ്രാങ്കോ പറഞ്ഞ പ്രകാരം ആ ക്യാൻവാസ് ബാഗ് തപ്പാൻ വന്നതായിരുന്നു വരുൺ അവിടെ. മീര, നീ രാത്രിയിൽ എന്താ ഇതുകൂടെ കറങ്ങി നടക്കുന്നേ? ഇറ്റ്സ് വെരി ഡേഞ്ചറസ് പ്ലേസ്. ഇവിടെ ഒത്തിരി വൃത്തികെട്ടവന്മാരുണ്ട്. എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. ഓ, നീ നിന്നെപ്പറ്റി തന്നെ ആയിരിക്കൂലേ പറയുന്നേ. മീര, നീ ആഡം ബ്രോനെ തപ്പി നടക്കുന്നതാണെന്ന് എനിക്കറിയാം. നീ വിഷമിക്കണ്ട, ബ്രോ ഇപ്പൊ സേഫാ. ഓക്കെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോട്ടെ, ബൈ. ഇതേ സമയം വരുൺ ഡിക്കിയിൽ നിന്നും വരുന്ന തട്ടുമുട്ട് ശബ്ദം കേൾക്കുന്നു. ഒരു ശബ്ദം. മീര, നിന്റെ ഡിക്കിന്നാ ബഹളം കേൾക്കുന്നതെന്ന് തോന്നണു. ഇതും പറഞ്ഞ് ഡിക്കി തുറക്കാൻ പോയ വരുണിനെ മീര ഡ്രൈവർ സീറ്റിൽ നിന്നും ചാടി ഇറങ്ങി തടഞ്ഞു നിർത്തി. എന്ത് സൗണ്ട്? ദേ ഇപ്പൊ കേട്ടോ? അതായിരുന്നോ? അതൊരു പട്ടിയാ. ഞാൻ തെരുവിൽ നിന്ന് പിടിച്ചതാ, വളർത്താൻ കൊണ്ടുപോകുന്നതാ. പട്ടി ഓടങ്ങിയിരുന്നോ? അല്ലെങ്കിൽ ഇപ്പൊ നിന്നെ കടലിലേക്ക് എറിയും. തെരുവിൽ നിന്നൊക്കെ ഇതിനെ പിടിച്ചേ? വല്ല ഇൻഫെക്ഷനുള്ള സാധനമായിരിക്കും. അതിനിങ്ങോട്ട് തന്നേരെ, ഞാൻ പെറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുതരാം. Oh, you're so cute. No thanks. I'm going. Bye.
സർജറി കഴിഞ്ഞ 3-ാമത്തെ ദിവസത്തോടു കൂടിയാണ് ആഡം ശരിക്കും ഒന്ന് കണ്ണുകൾ തുറന്നത്. കണ്ണു തുറന്ന പാടെ സ്റ്റാച്ചു പോലെ തൻ്റെ അടുത്ത് നിൽക്കുന്ന ഫ്രാങ്കോയെ അവൻ ശ്രദ്ധിച്ചു. ചുവന്നിരുന്ന കണ്ണുകൾ 3 ദിവസം ഉറങ്ങാത്തതിൻ്റെ ലക്ഷണമാണെന്ന് അവൻ ഊഹിച്ചു. എഴുന്നേറ്റോ? കുംഭകർണം പോലും ഇങ്ങനെ ഉറങ്ങത്തില്ല. എഴുന്നേറ്റ ഉടനെ ചുറ്റുപാടുമായി ഒന്ന് അഡ്ജസ്റ്റ് ആയതിനു ശേഷം ആഡം പതുക്കെ ചോദിച്ചു, ലൈല എവിടെയാ? ഫ്രാങ്കോ അത് കേട്ടതായി നടിച്ചില്ല. അവൻ ആഡമിൻ്റെ ആ വൈറ്റൽ സയൻസിനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ലൈല എവിടെയാണെന്ന് അവക്കടെ അവസ്ഥ എന്താ? അങ്ങനെയല്ലല്ലോ സാധാരണ. കണ്ണു തുറന്ന പാടെ ചേട്ടനെ പറ്റിയല്ലായിരുന്നോ ചോദിക്കണ്ടേ? ഇനിയിപ്പോൾ പ്രയോറിറ്റി എങ്ങാനും ചേഞ്ച് ചെയ്തോ? ആദ്യം സ്വന്തം ശരീരം നോക്ക്, എന്നിട്ട് പിന്നെ ഭാര്യനെയും കുട്ടീനെയും പറ്റിയൊക്കെ ആലോചിക്കാം. ഒന്ന് അനങ്ങിയ വേദന കൊണ്ട് പുളയുന്ന ശരീരമായി പോയി. ഇല്ലെങ്കിൽ ഇപ്പോൾ ഫ്രാങ്കോയുടെ 32 പല്ലും താഴെ കിടന്നേനെ. എപ്പോഴും പുച്ഛഭാവം കൊണ്ട് നടക്കുന്ന അവൻ്റെ ആ മോന്ത ഇടിച്ചു പരത്താൻ പറ്റാത്തതിൻ്റെ ഗതികേടിൽ ആഡം ഒന്നുകൂടി പറഞ്ഞു, പറയട പന്നി, ലൈല എവിടെയാണെന്ന്. എനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഒരു നിമിഷം വൈകിയായിരുന്നെങ്കിൽ നിന്റെ ജീവൻ അപകടത്തിലായേനെ. അല്ലെങ്കിലും എല്ലാവരും രക്ഷപ്പെടുത്തി കൊണ്ടുനടക്കാൻ ഞാൻ ദൈവമൊന്നുമല്ലല്ലോ. നീ ലൈലനെ ഗോരയുടെ അടുത്താക്കിയിട്ട് വന്നു. ഓ മൈ ഗോഷ്, റിലാക്സ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് നീ വെറുതെ ആക്കൂ? അതും പറഞ്ഞ് ഫ്രാങ്കോ ആ ഓക്സിജൻ പൈപ്പ് അവൻ്റെ വായിലേക്ക് തിരികിയതും ആഡം അത് ഊരിമാറ്റി. ട്രാക്കിംഗ് ഡിവൈസ് പെട്ടെന്നാവട്ടെ, അത് ആക്ടിവേറ്റ് ചെയ്യ്. ട്രേസർ? അത് നീ അവൾക്ക് കൊടുത്തിരുന്നോ? അതിൻ്റെ ട്രിഗർ ആ ക്രൂയിസ് ഷിപ്പിൽ തന്നെ വെച്ച് ഞാൻ മറന്നു. 2 ദിവസം മുമ്പ് വരുണിനോട് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു അതെടുത്തിട്ട് വരാൻ. കോൾ വരും, അതിൻ്റെ വീട്ടിൽ എത്തിക്കാൻ പറ ഇപ്പൊ തന്നെ. ആഡം, ഇപ്പം തന്നെ 3 ദിവസം കഴിഞ്ഞു. അവള് ജീവനോടെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ശവമാണെങ്കിലും വേണ്ടില്ല, എനിക്കിപ്പം തന്നെ അവളെ കണ്ടുപിടിക്കണം. അവിടെ നിന്ന് എഴുന്നേറ്റിരിക്കാൻ നോക്കിയ ആഡമിൻ്റെ ദേഹത്താകെ മെഷീൻസ് എന്നുള്ള വയേഴ്സ് കണക്ട് ചെയ്തിരിക്കുകയായിരുന്നു. അതെല്ലാം അഴിച്ചു മാറ്റി അവിടെ നിന്ന് പോകാൻ ധൃതി കൂട്ടിയ ആഡമിനെ ഫ്രാങ്കോ തടഞ്ഞില്ല. കാലിൽ ഗൺഷോട്ട് കൊണ്ടുണ്ടായ ഫ്രാക്ചർ കാരണം നടക്കാൻ പറ്റാത്ത ആഡമിനെ ഫ്രാങ്കോ സ്ട്രെച്ചറിൽ കടത്തി അവൻ്റെ ജീപ്പിൽ കയറ്റി വീട്ടിലേക്ക് എത്തിച്ചു. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയ ഫ്രാങ്കോ അലക്സിൻ്റെ ബുഗാട്ടി അവിടെ കിടക്കുന്നത് കണ്ടതും പെട്ടെന്ന് ജീപ്പിൽ നിന്നും ചാടിയിറങ്ങിയ ആ സ്ട്രക്ചർ പുറത്തേക്ക് വലിച്ചിടുന്നു. മോനെ, അവന്റെ അമ്മൂമ്മനെ കെട്ടിക്കാൻ എനിക്കൊന്ന് അധികം ചെയ്തിട്ടുണ്ട് മാറി. നിന്നെ ഊട്ടാനും ഓർക്കാനും വേറെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. സോബായി. സ്ട്രെച്ചറിൽ കിടക്കുന്ന ആഡമിനെ ആ അവസ്ഥയിൽ പുറത്ത് ഉപേക്ഷിച്ചുകൊണ്ട് ഫ്രാങ്കോ വന്ന വഴി റിട്ടേൺ പറത്തി. ആ പോയ പോക്കിൽ അലക്സിന്റെ കാറിലേക്കൊന്ന് ഇടിച്ചു കയറ്റാനും അവൻ മറന്നില്ല. നീ അധികം നാൾ ജീവിക്കില്ലോടാ പന്നി. ഇതേ സമയം ലിവിംഗ് ഹാളിലിരുന്ന് ലൈലയെ സേവ് ചെയ്യാനുള്ള മാർഗങ്ങളെപ്പറ്റി ഗാഢ ചർച്ചയിലായിരുന്നു അലനും ഫിലിപ്പും അലക്സും. പുറത്ത് തന്റെ കാറിൽ നിന്നും ചെവി തുളഞ്ഞു കയറുന്ന അലാം കേട്ട അലക്സ് പെട്ടെന്ന് സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവിടെ സ്ട്രെച്ചറിൽ ഉപേക്ഷിക്കപ്പെട്ട ആഡമിനെ അവൻ കണ്ടു. തന്റെ സ്കൈ ഹൈ പ്രൈസുള്ള ബുഗാട്ടി ഇടിച്ച് നിരപ്പാക്കിയതൊന്നും അലക്സിന് പ്രോബ്ലമേ അല്ലായിരുന്നു. അലക്സിനെ കാണുമ്പോൾ ഇവൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഓടുന്നേ എന്ന് ആഡമിന് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു. നീ ജീവനോടെ ഉണ്ടല്ലോ. ഗ്രേറ്റ്. വിടടാ വധമേ, നീ എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുവോ? ചേട്ടന് ഒരുപാട് വീൽ ചെയർ ഉണ്ടല്ലോ, എനിക്കൊരെണ്ണം കടായിട്ട് തരണേ. എന്തിനാ ഇങ്ങനെ ചെന്നായ ഒരിയിടുന്ന മാതിരി ഒരിയിടുന്നേ? ഒരു ഭംഗിയില്ല കേൾക്കാൻ. മാഡം ഇപ്പോഴും ജീവനോടെയുണ്ട്. കൊറിയയുടെ അടുത്താണോ? എന്ത് തരം കണ്ടീഷൻസാ കോര മുമ്പോട്ട് വയ്ക്കുന്നേ? ഇന്നലെ രാത്രി മേഡം ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുക്കവന്മാരെ ആ കുട്ടീനെ രക്ഷപ്പെടുത്തിയെന്നാ പറഞ്ഞേ. അതിന് പാരിതോഷികം അവർ ചോദിച്ചെന്ന്. അത് അറിഞ്ഞുടനെ ഞാൻ ക്യാഷുമായിട്ട് അങ്ങോട്ട് പോയതാ. പക്ഷെ എന്തു പറയാനാ, ഒരു ലേഡി വന്ന് അവരുടെ കയ്യിൽ നിന്ന് മാഡത്തിനെ പിടിച്ചെടുത്തുന്ന. ലേഡി എന്ന് പറഞ്ഞ മീരയാണോ? അതറിയില്ല. ജോഷേനെ വിളിക്ക്. മീര ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക. മീര ഓൾറെഡി അവിടെ നിന്ന് എസ്കേപ്പ് ആയി. ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അലൻ സാറിനെ കാണണമെന്നും പറഞ്ഞ. എവിടെ? ഫ്രാങ്കോയുടെ ബാഗ് കിട്ടിയോ? ആഡം ആ ബാഗ് വാങ്ങിയ ട്രിഗർ വെച്ച് ലൈലയ്ക്ക് കൊടുത്തിട്ട് വന്ന ട്രാക്കർ ആക്ടിവേറ്റ് ചെയ്തു. എന്നിട്ട് അതിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ട്രാക്കിംഗ് ഡിവൈസ് വെച്ച് അതിൻ്റെ ടാർഗറ്റ് ട്രേസ് ചെയ്തു. ഇത് കോറിയയുടെ ടെറിട്ടറി തന്നെയാണല്ലോ കാണിക്കുന്നേ. അലക്സ്, ടേക്ക് മീ ദെയർ. നീ ഇവിടെ റെസ്റ്റ് എടുക്ക്, ഞാൻ പൊക്കോളാം. നോ, നീ കൊണ്ടുപോയില്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. ഓക്കെ ഓക്കെ. ഓ എൻ്റെ പൊന്നോ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്?
അലക്സും ആഡവും ആ ട്രാക്കർ ട്രേസ് ചെയ്തുകൊണ്ട് അവിടേക്ക് പോകുന്നു. അവരുടെ പിന്നാലെ ഫോളോ ചെയ്ത വരുൺ അബദ്ധത്തിലാണെങ്കിലും മീരയെ വിളിച്ച് ലൈലയെ ഒളിപ്പിച്ചിരിക്കുന്ന ടാർഗറ്റ് കണ്ടുപിടിച്ചെന്നും ജീവൻ ബാക്കി വേണേ ലൈലയെ കൈമുറക്കൊള്ളാനും പറയുന്നു. ഇതറിഞ്ഞ മീര വേഗം തന്നെ ലൈലയെ ഒളിപ്പിച്ചിരിക്കുന്ന ഘോരയുടെ വെയർഹൗസിലേക്ക് പോകുന്നു. അവിടെ സ്ഥലകാല ബോധമില്ലാതെ പിസയും നുണഞ്ഞുകൊണ്ടിരുന്ന അവളുടെ കയ്യിൽ നിന്നും അവൾ അത് തട്ടിത്തെറിപ്പിക്കുന്നു. ലൈല, സത്യം പറ, നിന്റെ കയ്യിൽ വല്ല ട്രാക്കിംഗ് ഡിവൈസും ഉണ്ടോ? എന്താ മീര ഇത്? ഇങ്ങനെ പുറകെ നടന്ന് വെറുതെ ശല്യം ചെയ്യുന്നു എന്തിനാ? നിനക്ക് ആഡമിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്റെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? നിനക്ക് ഇത്രയും കുരുട്ടുബുദ്ധി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എടോ, ഇവക്കടെ ക്ലോത്ത്സ് മുഴുവൻ അയച്ചു മാറ്റുക. ശരിക്കും നീ ഇവിടെ ട്രാക്കർ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പണിയാ. എന്റെ അടുത്ത് വരരുത്. ലൈല അവിടെ കിടന്ന ചെയർ വെച്ച് ആ തടിമാടന്റെ തലക്കെട്ട് തല്ലിയെങ്കിലും മരത്തിന്റെ ആ ചെയർ ഒടിഞ്ഞതല്ലാതെ അയാൾക്ക് പോറൽ പോലും ഏറ്റില്ല. മീരയുടെ എന്ത് ആജ്ഞയും സ്വീകരിക്കുന്ന അയാൾ ലൈലയുടെ ഡ്രസ് ഒരു ഭാഗത്തു നിന്നും വലിച്ചു കീറി. ആ ട്രാക്കർ ഒളിപ്പിക്കുന്ന തന്ത്രപ്പാടിൽ തന്റെ ഡ്രസ്സ് വലിച്ചു കീറിയതൊന്നും അവളെ ബാധിച്ചതേയില്ല. ഒന്ന് പെട്ടെന്നാവട്ടെ, ഇപ്പോൾ ആടും അലക്സും ഇവിടെ എത്തും. മീരയും ആ ബൾക്കി ആയിട്ടുള്ള മനുഷ്യനും കൂടി ലൈലയുടെ ശരീരമാകെ തിരയാൻ തുടങ്ങി. അവരത് കണ്ടുപിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ തൻ്റെ സോക്സിൽ ഒളിപ്പിച്ച ആ ട്രാക്കർ എടുത്ത് വിഴുങ്ങാൻ ആഞ്ഞു. ഹോളി ഷിറ്റ്, അവളിപ്പോൾ അത് വിഴുങ്ങൂടോ കിഴങ്ങാ. തനിക്കത് വിഴുങ്ങാൻ പറ്റുന്നതിന് മുന്നേ മീരയുടെ കൂട്ടാളി അവളുടെ കഴുത്തിന് പിന്നിൽ ഇടിച്ചതും ആ ട്രാക്കർ അവളുടെ വായിൽ നിന്നും തെറിച്ച് ദൂരെ കിടന്നു. ഇതൊക്കെ കണ്ട് വിദ്വേഷം അടക്കാൻ പറ്റാത്ത മീര കൂട്ടാളിയുടെ അരയിൽ നിന്നും ഒരു ഗൺ വലിച്ചൂരി ലൈലയെ പോയിന്റ് ചെയ്തു. എടി മറ്റടുത്ത മോളെ, ഈ മീര അങ്ങ് കുറച്ചായി നീ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. മീര, ആഡമിനെ ഓൾറെഡി അറിയാം ഞാൻ നിന്റെ കയ്യിലാണ്. അവരുടെ കൊച്ചിനെന്തേലും പറ്റിയാ? എടോ, ഈ ട്രാക്കർ പിടിച്ച് എൻ്റെ മസറാട്ടിയിലെ വെസ്റ്റ് സൈഡിലേക്ക് ഡ്രൈവ് ചെയ്തോ. അവർ നിന്നെ ഫോളോ ചെയ്യും. കുറച്ച് കഴിഞ്ഞ് പിടികൊടുത്താൽ മതി. ഇവളെ കൊണ്ട് ഞാൻ ഈ സിറ്റി കടന്നതിന് ശേഷം. ലൈലയെ കൈയും കാലും കെട്ടി ഒരിക്കൽ കൂടി അവർ ആ വണ്ടിയുടെ ഡിക്കിയിലാക്കി. അരമണിക്കൂറിന് ശേഷം ഖോരയുടെ ടെറിട്ടറി അലക്സിന്റെ ആൾക്കാർ വലയം ചെയ്യുന്നു. ആ ട്രാക്കിംഗ് ഡിവൈസ് ടാർഗറ്റ് ചെയ്ത് ആഡം പോകുന്നുണ്ടെങ്കിലും മീര തന്നെ ട്രിക്കിലാക്കിയെന്ന് ചെറുതായി അവൻ മനസ്സിലാക്കുന്നു. ഷുവർ ഇനഫ്, ഉപേക്ഷിക്കപ്പെട്ട മസറാട്ടിയിൽ നിന്നും അവൻ ആ ട്രാക്കർ കണ്ടെടുക്കുന്നു. ട്രാക്കർ ഫോളോ ചെയ്യുന്ന കാര്യം ആരായിരിക്കും മീരയ്ക്ക് ലീക്കാക്കിയതെന്നായിരുന്നു ആഡമിന്റെ ചിന്ത മുഴുവൻ. ഖോരയ്ക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ട്രാക്കർ ആരെല്ലാം ഒറ്റുകൊടുക്കാതെ മീര അറിയാൻ ഒരു ചാൻസുമില്ല. ഹലോ സാർ, മാഡത്തിനെ കിട്ടിയോ? ഇല്ല, മീരയ്ക്ക് ഓൾറെഡി ന്യൂസ് കിട്ടി. അവളിവിടെ നിന്ന് ലൈലയെ കൊണ്ട് എസ്കേപ്പായി. ഫിലിപ്പ് എവിടെയാ? ആരുള്ള സ്ഥലത്തേക്കൊന്ന് നീങ്ങിയെന്നേ. എന്താ സാർ? ചേട്ടൻ മീരയെ എങ്ങാനും കോണ്ടാക്ട് ചെയ്തിരുന്നോ? അലൻ സാറിനെ സംശയിക്കുവാണോ? ഐ ആം ജസ്റ്റ് ആസ്കിങ്. ഇല്ല, ഇതുവരെ ആരെയും വിളിച്ചിട്ടില്ല. ചേട്ടനോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനിന്ന് വീട്ടിലേക്കില്ല, അലക്സിന്റെ അടുത്തായിരിക്കും. ടേക്ക് കെയർ. എൻ്റെ മുതലാളി, സോറി മുതലാളി, എന്നോടൊന്ന് ക്ഷമിക്ക്. ബ്രോനെ ചതിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. മീരയ്ക്ക് ഞാൻ ഒരു ചാൻസ് കൊടുത്തേ ഉള്ളൂ. ചാൻസ് കൊടുക്കാൻ നീ ആര്? ദൈവോ? ലൈല, ഷീസ് പ്രഗ്നന്റ് 4 months. നീ ചെയ്ത മണ്ടത്തരം കാരണം എനിക്കുണ്ടായ നഷ്ടം ചെറുതൊന്നുമല്ല. സോറി ബ്രോ, ബ്രോയ്ക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ. നിന്നെ കൊന്ന എന്തുണ്ട് എനിക്ക് കിട്ടുന്നതെന്ന് കൂടി പറ. പോ, ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോ. ആ മുഖവും വച്ചിരിക്കാതെ എൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ. ഇന്നേക്ക് 3 ദിവസം കഴിഞ്ഞിട്ടും മീരയെയോ ലൈലയെയോ മഷിയിട്ട് നോക്കിയിട്ട് പോലും അലക്സിന്റെ റൂമിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സർവേലൻസ് മുഴുവൻ ചെക്ക് ചെയ്തിട്ടും മീര സിറ്റി വിട്ടുപോയ ലക്ഷണം പോലും കണ്ടില്ല. എങ്ങനെ കണ്ടുപിടിക്കാതിരിക്കും? മീര കണ്ടെയ്നറിൽ ഓഫ് റോഡ് താണ്ടി ഒരു കുഗ്രാമത്തിൽ സ്ഥാനം പിടിച്ചിരുന്നു. അവിടെ 3 ദിവസമായിട്ടും വെളിച്ചം കാണാത്ത ലൈല ജീവിതം തന്നെ മടുത്ത അവസ്ഥയിലായിരുന്നു. മീര, ഞാനിപ്പോൾ നിന്റെ കയ്യിലാണെന്ന് ആഡമിന് വ്യക്തമായി അറിയാം. നീ എങ്ങനെയൊക്കെ എൻ്റെ മർഡേഴ്സിനെ ഒളിപ്പിക്കാൻ നോക്കിയാലും നീ ആഡമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ എന്താണാവോ ചെയ്യണ്ടേ? നിന്നെ വെറുതെ വിട്ട് അവനോടൊപ്പം സുഖിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണമായിരിക്കും. അങ്ങനെ ഒരു അൺറിയലിസ്റ്റിക് സ്വപ്നം ഇപ്പോഴും എനിക്കുണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അതിന് നിന്നെ കൊല്ലുമെന്നാരാ പറഞ്ഞേ? എൻ്റെ ഫാദറിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എൻ്റെ ഫാദറിനെ സ്കറിയുടെ ഫോഴ്സ് അവിടെ പിടിച്ചു വെച്ചേക്കുക. ഒത്തിരി ദിവസമൊന്നും അവർക്ക് എൻ്റെ ഫാദറിനെ തടവിലാക്കാൻ പറ്റില്ല. കൂടിപ്പോയ ഒരു 10 ദിവസം. അത് കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവും. അതുകൊണ്ട് ഫാദർ വരുമ്പോൾ ഞാൻ നിന്നെ കൈമാറും. എൻ്റെ ഫാദർ നിന്നെ ഡീൽ ചെയ്തോളും. ഞാൻ പറഞ്ഞു വന്നതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. നിനക്ക് ഒന്നൊന്നര ഗെയിനുള്ള ഒരു കാര്യമാണ് നിന്റെ ആഡമിൻ്റെ ഫ്യൂച്ചർ. ഓ, എൻ്റെ അവൻ്റെ ഫ്യൂച്ചർ ഓർത്ത് നീ വറീഡാവണ്ട. മീര, നിങ്ങൾ രണ്ടുപേരുടെ പാസ്റ്റ് അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ അവരുടെ ചോര എൻ്റെ വയറ്റിലാണ് ഉള്ളത്. ഇനിയും
അവരുമൊത്തം ഒരു ഫ്യൂച്ചർ പോസിബിൾ ആണെന്ന് നിനക്ക് തോന്നണ്ടോ? അതിന് നിന്റെ വയറ്റിലുള്ളത് വെളിച്ചം കണ്ടാലല്ലേ? ഇല്ല, കാണില്ല. നീ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം അത് സാധ്യമല്ല എന്ന് എനിക്കറിയാം. അത് നന്നായി, അതെങ്കിലും നിനക്കറിയാലോ. ലൈല, 10 സെക്കൻഡ് പോലും വേണ്ട. 100-ൽ പരം വഴികൾ എൻ്റെ കയ്യിലുണ്ട് ആ വയറ്റിൽ കിടക്കണതിനെ തീർക്കാൻ. ഡു യു ബിലീവ് മീ? യെസ്, ഐ ബിലീവ് യു. ഐ റിയലി ബിലീവ് ഇറ്റ്. പക്ഷേ ആഡമിനെ എന്നിൽ നിന്നും ഫ്രീ ആക്കി നിന്റേതാക്കാൻ നിന്റെ കയ്യിൽ ഒരു വഴിയുമില്ല. ഡു യു? എൻ്റെ അടുത്തുണ്ട്. എന്നെ കംപ്ലീറ്റ്ലി വെറുക്കാനും മറന്നു കളയാനും അതുവഴി നിന്നോട് ഇഷ്ടം തോന്നാനും. ഇൻട്രസ്റ്റിംഗ്. ടെൽ മീ മോർ. ആഡമിൻ്റെ മുന്നേ വെച്ച് ഞാൻ കുഞ്ഞിനെ അബോട്ട് ചെയ്യുന്നു. ആളെ കളിയാക്കുക? നീ ശരിക്കും അബോട്ട് ചെയ്യുമോ? അതിലൂടെ ആഡം വിശ്വസിച്ചാൽ പോലെ ഞാൻ അവരുടെ കുഞ്ഞിനെ കൊന്നെന്ന്. എന്താ എല്ലാവരും പൊട്ടന്മാരാണോ നീ ഇറക്കണ ഷോ കണ്ട് വിശ്വസിക്കാൻ? അല്ലല്ലോ, നീ പറയുന്നത് ഞാനെങ്ങനെ വിശ്വസിക്കണേ? നീ എന്നെ ഇതിനു മുമ്പും പറ്റിച്ചിട്ടുണ്ടല്ലോ. മീര, ഇത്തവണ എന്നെ നിനക്ക് വിശ്വസിച്ചേ പറ്റൂ. ഞാൻ ശരിക്കും മടുത്തു. എനിക്കൊന്നും വേണ്ട. ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടാൽ മതി. ഞങ്ങൾ നിൻ്റെയോ ആഡമിൻ്റെയോ കൺവെട്ടത്ത് വരില്ല. വെറുപ്പിൻ്റെ സ്നേഹത്തിൻ്റെ ഇടയിൽ കിടന്ന് നീയും പിടയുമല്ലേ? ഇതിനെല്ലാം ഒരു അറുതി വരാൻ നീയും ആഗ്രഹിക്കുന്നില്ലേ? ഇത്രയും നല്ലൊരു ഓഫർ നീ മുമ്പോട്ട് വയ്ക്കുമ്പോൾ എനിക്കത് നിരസിക്കാൻ കഴിയില്ല. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. ആ രാത്രിക്ക് ദീർഘമേറെയുള്ളത് പോലെ അവൾക്ക് തോന്നി. ആഡമിൻ്റെ അരികിലേക്ക് ഇനി തിരിച്ചില്ല എന്നവൾ പണ്ടേ എടുത്ത തീരുമാനമായിരുന്നു. ലൈല, നീ ശരിക്കും ആഡമിനെ വേണ്ടെന്ന് വെക്കുമോ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പപ്പയായി എൻ്റെ കുഞ്ഞിനും വേണ്ട. എന്നോടും എൻ്റെ കുഞ്ഞിനോടും ചെയ്ത ക്രൂരതയ്ക്ക് ഒന്നും പകരം വയ്ക്കാനാവില്ല. പക്ഷെ നിന്നെ കണ്ട ആഡം വിടുമെന്ന് എനിക്ക് തോന്നല്ല. ഇപ്പൊ തന്നെ ഈ സിറ്റി മുഴുവൻ അവൻ അരിച്ചു പെറുക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയുള്ള തെരച്ചിലല്ലാതെ എൻ്റെ വയറ്റിൽ കിടക്കണ അവർക്കുടെ കുഞ്ഞിന് വേണ്ടിയുള്ള തെരച്ചില. അത് പോയെന്ന് അറിയുമ്പോൾ ലൈല, നിന്നെ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നീ ആഡമിനെ എനിക്ക് തന്നെയാണല്ലോ തരുന്നേ. എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിനക്ക് തരുന്നെന്നോ? അതിന് ആഡം ആദ്യം മുതലേ എൻ്റെ ആയിരുന്നില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആഡമിനെ മാരി ചെയ്ത് അവർ കെയർ ചെയ്യാത്തൊരു പെണ്ണായി ജീവിക്കാൻ നീ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാ? ഞാൻ നീയല്ല, എൻ്റെ മനസ്സ് നിനക്ക് വായിക്കാൻ കഴിയില്ല. അല്പനിമിഷങ്ങൾക്ക് ശേഷം മീര കുറച്ച് സാധനങ്ങൾ ലൈലയ്ക്ക് മുന്നിൽ നിരത്തി. അത് ടെമ്പററി ID കാർഡും ഒരു പാസ്പോർട്ടും വിസയും പിന്നെ കുറച്ചധികം നോട്ടുകെട്ടുമായിരുന്നു. 5ാമതൊരു സാധനം കൂടി അവൾ ശ്രദ്ധിച്ചു. അതെന്താണെന്നറിയാൻ അവൾ മീരയെ ഒന്ന് നോക്കി. പാസ്പോർട്ടും വിസയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നിനക്ക് സെറ്റിൽ ആവാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വെസ്റ്റ് കോസ്റ്റിലും ഞാനൊരു പ്ലേസ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ നിന്നെ ഫോളോ അപ്പ് ചെയ്യുമെന്നോർത്ത് പേടിക്കണ്ട. നീ ആഡമിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരാത്തിടത്തോളം കാലം ഞാൻ നിന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കില്ല. ഇത് ഈ മീരയുടെ വാക്ക്. പിന്നെ ഈ സാധനം, അത് ഒരു ചെറിയ എക്സ്പ്ലോസീവാ. നീ ഈ ഗെയിമിൽ ചീറ്റ് ചെയ്യൂല എന്ന് എനിക്കൊരു ഉറപ്പിന്. ഇത് നിന്റെ സ്റ്റൊമക്കിൽ ഞാൻ ഘടിപ്പിക്കും. പേടിക്കണ്ട. ചീറ്റ് ചെയ്യാനാ ഭാവമെങ്കിൽ ഇത് ചെറുതായൊന്ന് വയറ് തുറഞ്ഞ് പൊട്ടിത്തെറിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ നീ എന്നെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചേക്കണേ. നീ ആദ്യം പറഞ്ഞ കാര്യം ചെയ്ത് കാണിക്ക്. എനിക്ക് ഉറപ്പ് വരണം ആഡം ശരിക്കും നിന്നെ വെറുത്തെന്ന്. അവൻ നിന്നെ വെറുത്താ നീ സേഫാ. പക്ഷേ ഈ എക്സ്പ്ലോസീവ് ഞാൻ എൻ്റെ സ്റ്റൊമക്കിൽ ഫിറ്റ് ചെയ്യില്ല. മരിക്കാനാണെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ മരിക്കാമല്ലോ. അപ്പം ആഡം എന്നോട് റിവെഞ്ച് എടുത്തോളൂ. അതല്ലേ എനിക്ക് കൂടുതൽ അഭികാമ്യം. മീര, എനിക്ക് എൻ്റെ കുഞ്ഞാ വലുത്. അതിനുവേണ്ടി ഞാനിനി എന്ത് ത്യാഗവും സഹിക്കാൻ റെഡിയാ. ഇക്കാര്യത്തിൽ നിനക്കെന്നെ വിശ്വസിച്ചേ പറ്റൂ. ബ്രോ, ഇതൊരു പരിചയമില്ലാത്ത നമ്പറാ. മീരയുടേതാണെന്ന് തോന്നണം. എടുക്ക്, നീ ഒറ്റയ്ക്കുള്ളതുപോലെ സംസാരിക്കുക. നീ എവിടെയാ? ഞാൻ എവിടെയാന്ന് പറഞ്ഞിട്ട് നിനക്കെന്തിനാ? എനിക്കിട്ട് വീണ്ടും പണിയാനാണോ? പിന്നെ നീ ലൈലി എന്താ ചെയ്യാൻ പോകുന്നത്? ആഡം ബ്രോയ്ക്ക് ഓൾറെഡി അറിയാം സിസ്റ്ററിലോ നിന്റെ കയ്യിലാന്ന്. നീ പുള്ളിക്കാരത്തിനെ കൊല്ലാനോ ഉദ്ദേശിച്ചേക്കണെങ്കിൽ ജന്മത്ത് ബ്രോ നിന്നോട് ക്ഷമിക്കുമെന്ന് നീ കരുതണ്ട. ഡു യു തിങ്ക് ഐ ആം സ്റ്റുപ്പിഡ്? ഓഫ് കോഴ്സ്, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. എങ്കിൽ അവളെ വെറുതെ വിട്ടേരെ. ഞാനതിനാരെയും പിടിച്ചു വെച്ചിട്ടില്ല. അവളൊക്കെ എപ്പോഴേ പോയി. അവക്കടെ മരണത്തിനോ ജീവനോ ഞാനല്ല ഉത്തരവാദി എന്ന് പറയാൻ വിളിച്ചതാ. എവിടേക്കാ പോയെന്നറിയോ? ഞാൻ അവളെ നിന്റെ ബ്രോയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയതാ. പക്ഷെ പാതി വഴിക്ക് വെച്ച് അവളൊരു ഹോസ്പിറ്റലിൽ ഇറങ്ങി. നിന്റെ ബ്രോ നല്ല മൂഡിലാവുമ്പോൾ പറഞ്ഞേരെ മീര ലൈലയെ വെറുതെ വിട്ടെന്ന്. എന്നെ ഓർത്ത് ഇനി പല്ലെറുമ്പുണ്ടാകുന്നു. മീര കൊടുത്ത ഹോസ്പിറ്റൽ അഡ്രസ്സിൽ ആഡവും വരുണും നിമിഷ നേരം കൊണ്ട് എത്തി. എഴുന്നേറ്റ് നടക്കാൻ വലിയ പാടുള്ള ആഡമിനെ വരുൺ വീൽചെയറിൽ തള്ളി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഡെസ്കിൽ എത്തിച്ചു. എക്സ്ക്യൂസ് മീ, ലൈല എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ് ഇവിടെ വന്നിരുന്നോ?
യെസ്, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലാട്ടോ. ഇപ്പൊ കഴിഞ്ഞേ കാണും. പെയിൻലെസ് ആയിരുന്നു കേട്ടോ. വരുൺ വീൽചെയറിലിരുന്ന ആഡമിനെയും ഉന്തിക്കൊണ്ട് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ലക്ഷ്യം വെച്ച് ഓടി. ഇതേ സമയം നാടകം തുടങ്ങാൻ ഓപ്പറേഷൻ ടേബിളിൽ ആഡമിന്റെ വരവിനെ കാത്തുകിടന്ന ലൈല. ആഡം വരുന്നുണ്ടെന്ന് മീര വിളിച്ച് പറഞ്ഞതും മീര കൂലി കൊടുത്ത് ആക്ട് ചെയ്യാൻ നിർത്തിയ നഴ്സ് ഒരു ഗ്ലാസ് കണ്ടെയ്നർ കൊണ്ട് ലൈലയുടെ അടുത്ത് വന്ന് നിന്നു. ആ ഗ്ലാസ് കണ്ടെയ്നർ വേറെ ആരുടെയോ ഫ്രഷ് അബോർഷൻ ബ്ലഡും ഫ്ലഷുമായിരുന്നു. അവിടേക്ക് കയറി വന്ന ആഡം കണ്ട കാഴ്ച ഗ്ലാസ്സിലേക്ക് ലൈലയുടെ ശരീരത്തിൽ നിന്നും ഫീറ്റസിനെ സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു. ആഡം അലറിക്കൊണ്ട് ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ലൈലയുടെ അടുത്തേക്ക് ഓടി. ലൈല അപ്പോഴേക്കും അവിടെ എഴുന്നേറ്റ് ഇരുന്നു. നിങ്ങൾ വരാൻ ഒത്തിരി താമസിച്ചു പോയി. ഫൈനലി ഞാൻ ഇതിനെ അങ്ങ് കളഞ്ഞു. എന്തിനാ ലൈല നീ ഇങ്ങനെ ചെയ്തത്? എന്തിനെന്നോ? നിങ്ങൾക്ക് ഇതിനെ ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ എനിക്കും എന്താ വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ലേ? നിങ്ങളോടുള്ള റിവഞ്ചാണ് ഇത് ആഡം. നീ ഇത്ര വലിയൊരു വിഷമായിരുന്നോ? ഇങ്ങനൊരു ക്രൂരത ചെയ്യാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു ലൈല? കോരയ്ക്ക് എന്നെയും കുഞ്ഞിനെ ഇട്ടുകൊടുത്തപ്പോൾ ആഡം നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസത്തെ പറ്റി ചിന്തിച്ചിരുന്നോ? ഞാൻ പണ്ട് കുട്ടികളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതിനുള്ള യോഗ്യത ഇല്ലെന്നല്ലേ പറയാറ്? ഒരായുഷ്കാലം എൻ്റെ ഫീലിങ്സിനെ വെച്ച് കളിച്ചപ്പോൾ ഇങ്ങനൊരു ദിവസത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിരുന്നോ? ആഡം എന്തിനാ നിങ്ങളുടെ ചേട്ടന് വേണ്ടി 3 ബുള്ളറ്റ് തടുത്തപ്പോൾ ഞങ്ങളെ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ. ലൈല, നീ എന്നെ എന്തോരം വെറുക്കുന്നുണ്ട്. പക്ഷെ നീ കൊന്നതും നിന്റെ കൂടി ചോരയല്ലേ? അതെ, എൻ്റെ കൂടിയാ. പക്ഷെ ഇങ്ങനെ റിവഞ്ച് എടുത്താലല്ലേ നിങ്ങൾക്ക് വേദനിക്കൂ? എടി, നീ വെറുത്തത് എന്നെയായിരുന്നെങ്കിൽ കൊല്ലേണ്ടത് എന്നെയായിരുന്നു, അല്ലാതെ. നിങ്ങളെ കൊന്നാൽ നിങ്ങളുടെ ഹൃദയം എന്ത് വെണ്ണീറാവുന്നത് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ആഡമിന്റെ മുഖത്ത് പ്രതിഫലിച്ച ആ നിരാശയും ദേഷ്യവും ലൈലയ്ക്ക് വേറിട്ട അനുഭവമായിരുന്നു. അവൻ പല്ലുകൾ കടിച്ചെറുമ്പുന്നത് അവൾ ശരിക്കും കേട്ടു. തൻ്റെ മുഖമടിച്ച് പരത്താനായി അവൻ ഉയർത്തിയ കരം അങ്ങനെ വായുവിൽ ഉയർത്തിപ്പിടിച്ചതല്ലാതെ അവൻ ആ കൃത്യം ചെയ്തില്ല. ആ കൈ മുഷ്ടി ചുരുട്ടി വന്ന കോപം അവൻ അടക്കി നിർത്തി. അപ്പൊ എന്നോട് നീ റിവഞ്ച് ചെയ്തതാണല്ലേ? ഓക്കെ, ആർ യു ഹാപ്പി നൗ? ആർ യു സാറ്റിസ്ഫൈഡ്? എന്റെ ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനൊന്നും നിങ്ങൾ അറിയണ്ട. എനിക്ക് നിങ്ങൾ വേദനിക്കുന്നത് കണ്ടാൽ മതി. ഓ, അങ്ങനെയാണോ? എങ്കിൽ ഇത് കേട്ടോ, എനിക്ക് പ്രത്യേകിച്ച് ഒരു വിഷമവും ഇല്ല. വാ, നീ എൻ്റെ ഒപ്പം വരുവാ. ലെറ്റ്സ് ഗോ. എങ്ങോട്ട്? ഞാൻ എങ്ങോട്ടുമില്ല, എന്നെ വിട്. വിടാനോ? അതെങ്ങനെ ശരിയാവും? നിനക്ക് റിവഞ്ച് എടുക്കണ്ടേ? അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം. ഇറ്റ്സ് ഓവർ. എല്ലാം തീർന്നു. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവുമില്ല, എന്നെ വിട്. എന്തു തീർന്നെന്ന്? നമ്മൾ തമ്മിൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നിനക്ക് എന്നോട് പ്രതികാരം ചെയ്യണ്ടേ? ഇങ്ങനത്തെ മെത്തേഡ് റിവഞ്ച് എടുക്കാനല്ലേ നിനക്ക് ഇഷ്ടം? ഗുഡ്, അതിനുള്ള അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് നിനക്ക് ഞാൻ തരാം. എന്താണോ പറയുന്നേ? നിന്റെ ബോഡി ഒന്ന് റിക്കവർ ചെയ്തോട്ടെ. നിനക്ക് ഞാൻ പണി തരാം. എന്നിട്ട് 4 മാസമാകുമ്പോൾ ഇവിടെ വന്ന് അബോട്ടാക്കുക. ഞാനല്ലേ നീ മരിക്കുന്നത് വരെ എൻ്റെ കൊച്ചിനെ അബോട്ട് ചെയ്ത് റിവഞ്ച് എടുക്കാനുള്ള അവസരം ഞാൻ തന്നുകൊണ്ടേയിരിക്കാം. അത് പറയുമ്പോൾ അവൻ പല്ലിറുമ്പുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ കത്തിയെരിഞ്ഞ വെറുപ്പിൻ്റെ ജ്വാല ആകാശഭൂമിയെ ചാമ്പലാക്കാൻ ശേഷിയുള്ളതായിരുന്നു. അതവളെ ഭയത്തിലാഴ്ത്തി. ഇത്രയും നേരം വട്ടുപിടിച്ചത് തനിക്കായിരുന്നെന്നായിരുന്നു അവൾ വിചാരിച്ചിരുന്നത്. ഇതിപ്പോൾ ആഡമിന് തന്നെക്കാളും വട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. തൻ്റെ ഹൃദയം ഉറങ്ങുന്ന വേദനയിൽ അവൾ പെട്ടെന്ന് അവിടെ ട്രേയിൽ വെച്ചിരുന്ന സർജിക്കൽ എക്യുപ്മെൻ്റ് ആയിട്ടുള്ള സ്കാൽപ്പൽ എടുത്ത് ആഡമിൻ്റെ നെഞ്ചിൽ തറച്ചു കയറ്റി. എനിക്ക് വേദനിക്കുന്നില്ല മോളെ. ബ്രോ, അയ്യോ ബ്രോ,
പൊന്നു ചേച്ചി, നിങ്ങൾക്ക് എങ്ങനെ എന്റെ ബ്രോയോട് ഇത്രയും ക്രൂരത കാണിക്കാൻ പറ്റുന്നേ? എന്റെ ബ്രോ 3 ദിവസം ഒന്നും ഉറങ്ങിയിട്ട് കൂടിയില്ല. സോറി, എനിക്കിതില്ലാതെ വേറെ വഴിയില്ല. ഓ മൈ ഗോഡ്, ബ്ലഡ്, കോൾ ദി ഡോക്ടർ. ഹോസ്പിറ്റലിൽ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട ലൈല സിറ്റി വിടാനായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിനായി ടാക്സി വിളിക്കാൻ റോഡ് ക്രോസ് ചെയ്യാൻ നിന്ന ലൈലയ്ക്ക് പിന്നിൽ നിന്നും ഒരു വിളി വന്നു. ഹായ്, എൻ്റെ കൂടെ വരുന്നോ? എന്ത് വിധിയത്, വല്ലാത്ത ചതിയത്, ഓർക്കപ്പുറത്തന്റെ പിന്നീടൊരടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വെറുതെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഈ ഗെയിം വേറെ രീതിയിൽ കളിക്കാനായിട്ട് നല്ല പൊളിപ്പൻ ഐഡിയ കിട്ടി. കേൾക്കണോ? സോറി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. മിസ്റ്റർ ഖോര ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നില്ലേ? ഇനി എന്നെ വെറുതെ വിട്ടേരെ. നീ എൻ്റെ ഒപ്പം പോരെ? നിന്റെ കുട്ടിയെ ജീവിതകാലം മുഴുവൻ ഞാൻ സംരക്ഷിക്കാം. സോറി മിസ്റ്റർ, എനിക്ക് ഒട്ടും താല്പര്യമില്ല. അധികം പുറകോട്ട് നീങ്ങല്ലേ, വീഴും. ഡാമി, ശ്രദ്ധിച്ച്, അവൾ പ്രഗ്നന്റാ. For a while there it was rough, but lately I've been doing better than the last 4 cold December. ജെയ്സ, ജക്കി എവിടെ? സിംബയോട് ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞു. ഡാമിയെ ആണെങ്കിൽ കാണാനുമില്ല. അതിന് സെക്കി ഫാദറിന്റെ കൂടെയല്ലായിരുന്നോ ഇന്നലെ രാത്രി? അത് ഇന്നലെയല്ലേ? ഇപ്പൊ എന്തേ? എനിക്കറിയില്ല, ഫാദറിന്റെ റൂമിലുണ്ടാവും. ഫാദർ, ജക്കി എന്തേ? നീയായിരുന്നോ? കം, നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നു. ഫാദർ, ജക്കി എവിടെ? അവനിപ്പോ കടല് താണ്ടി നിന്റെ ഹോം ടൗണിൽ എത്തിയിട്ടുണ്ടാവും, അവനെ ജനിപ്പിച്ച തന്തേനെ കാണാൻ. What? ഫാദർ എന്താ ആഡമിനെ പറ്റി അവനോട് വല്ലതും പറഞ്ഞോ? ഞാനൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. പിന്നെ ഇന്നലെ എനിക്ക് എന്തോ നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഞാനൊന്ന് ചെറുതായിട്ട് മദ്യപിച്ച്, അതാ രാവിലെ എഴുന്നേക്കാൻ വൈകി. ഇന്നലെ ഞാൻ സെക്കിയായിട്ട് സംസാരിച്ചിരിക്കെ സെക്കി എന്നോടൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്തോ എനിക്കത് നിരസിക്കാൻ തോന്നിയില്ല. അവന്റെ പോക്കറ്റിൽ നിന്ന് ചുരുങ്ങിക്കൂടി ഒരു പേപ്പർ എടുത്ത് എനിക്ക് നീട്ടി. അതിൽ വരച്ചിരിക്കുന്ന ആളെ അവന് നേരിട്ട് കാണണമെന്ന്. അത് വേസ്റ്റ് ബിന്നിൽ നിന്ന് കിട്ടിയതാണെന്നാ പറഞ്ഞേ. ആഡം ജോൺ ആയിരുന്നു അതിലെ വര. അത് നീ വരച്ചതായിരിക്കും അല്ലേ? അവൻ തന്നെയാ വരയിലെ വ്യക്തിനെ കാണണമെന്ന് പറഞ്ഞേ. മോന്റെ മമ്മി ജനിച്ച നാട്ടിൽ പോയാ കാണാൻ പറ്റുമെന്ന് ഞാനും പറഞ്ഞു. അത്രേ ഞാൻ പറഞ്ഞോളൂ. കുഞ്ഞല്ലേ, അവനെ ഞാൻ ഡാമിയുടെ ഒപ്പം വിട്ടിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരൂന്നേ. എന്താ ഫാദർ, എന്ത് പ്ലാൻ എത്തവണ നിങ്ങൾ മെനയുന്നേ? എന്റെ കുഞ്ഞിനെ ആഡമിനെതിരെ തിരിക്കാൻ നോക്കുന്നതാണോ? പ്ലീസ് അവനെ തിരിച്ചു വിളിക്കുക. ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുള്ള കാര്യമല്ലേ സിക്കിയുടെ ജീവന് ഒരാപത്തും വരുത്തില്ലെന്ന്. പിന്നെന്താ? എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം, പ്ലീസ്. ഓക്കെ, വിത്തിൻ 10 minutes റെഡി ആയിട്ട് വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതേ സമയം ഡാമിയുടെ ഒരു കരം പിടിച്ച് മറ്റേ കയ്യിൽ ആ ഡ്രോയിങ്ങും പിടിച്ച് ആ പുതിയ നഗരത്തിന്റെ മധ്യേ തിരക്കേറിയ കാഴ്ചയിൽ ആ കുഞ്ഞു കണ്ണുകൾ ഡാഡിയെ പരതുകയാണ്. അല്പസമയത്തിന് ശേഷം ഡാമിയും ജക്കിയും JK ഗ്രൂപ്പിന്റെ മെയിൻ ഗേറ്റിന് പുറത്തായി സ്ഥാനം പിടിച്ചു. ഞാനെങ്ങനെ അറിയാനാ? നിന്റെ പപ്പ ഇവിടെ കാണുമെന്ന് എന്റെ 6th സെൻസ് പറഞ്ഞു. അതെന്റെ വകയിലൊരു അമ്മാവനാ.
അയാളുടെ പപ്പയെ പോലെ ഇരിക്കല്ലേ? നിന്നെ പോലെ തന്നെയുണ്ട്, കുറച്ച് പ്രായം കൂടുതലാ. ഏതാ പൊത്തദാമി? പിന്നെ എന്റെ പപ്പ എന്നെ പോലെ അല്ലാതെ നിന്നെ പോലെ ഇരിക്കോ? പപ്പ സുന്ദരൻ തന്നെ. പിന്നെ അങ്ങനെ വരൂ, എന്റെ പപ്പ എന്നെ പോലെ തന്നെ ഹാൻസം ആയിരിക്കും. ആഡമിന്റെ അടുത്തേക്ക് ഓടാൻ നിന്ന കുഞ്ഞു സെക്കി പെട്ടെന്ന് ഓടാതെ അവിടെ തന്നെ നിശ്ചലമായി പോയി. ആ റോൾസ് റോയ്സിൽ നിന്ന് ഇറങ്ങി വന്ന ആഡം റൗണ്ട് ചെയ്ത് അപ്പുറ സൈഡിൽ നിന്ന് കണ്ട 3-4 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ ആ ചൈൽഡ് സീറ്റിൽ നിന്നും വാരിപ്പുണർന്നു. കുട്ടിത്തം തുളുമ്പുന്ന ആ കുഞ്ഞു മോള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ കോട്ടുവായിട്ടു. അവളുടെ കവിളുകൾ ചുവന്നു തുടുത്ത റോസാപ്പൂ പോലെയായിരുന്നു. അവളെയും കൊണ്ട് ഓഫീസിലേക്ക് നടക്കാൻ തുടങ്ങിയ ആഡമിനോട് പെട്ടെന്ന് അവൾ പറഞ്ഞു, നന്നൂസിന് തണുക്കുണ്ടോ? അതും പറഞ്ഞ് ആഡം ആ കൊച്ചു ബാലികയെ തന്റെ സ്യൂട്ടിന്റെ ബട്ടൺ അഴിച്ചുകൊണ്ട് അകത്തായി പൊതിഞ്ഞു പിടിച്ചു. The face is made, but there's a hope that's waiting for you in the dark. You should know you're beautiful just the way you are, and you don't have to change. സക്കി, എന്തു പറ്റി? നീ പപ്പയെ കാണാൻ വന്നിട്ടിപ്പോ ഇങ്ങനെ തന്നെ നിക്കുന്നേ? ചെല്ല്, പോയി മിണ്ടിട്ട് വാ. നിന്റെ പപ്പയുടെ മോളായിരിക്കും അത്. അതേ ഈ ലോകത്ത് നിന്റെ മമ്മി മാത്രമാണോ പ്രസവിക്കുള്ളൂ? എന്റെ പൊന്ന് സുടിക്കാമനി, ഇങ്ങ് വന്നേ, ഈ മാമനൊന്ന് എടുക്കട്ടെ ചക്കരേനെ. അയ്യോ, മാമൻ പപ്പിയല്ല ചക്കരേ, പാവം മാമനല്ലേ? അല്ല, പട്ടി മാമന. എന്താ ബ്രോ ഇത് പിള്ളേരൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്കണേ? എന്റെ നന്നൂസ് ഗുഡ് ഗേൾ ആട്ടോ. നന്നു മാമന്റെ ഒപ്പം വന്ന മാമൻ നിറയെ കാന്തി മേച്ചു തരാം. അതാരാ മോക്കടെ അടുത്ത് പറഞ്ഞേ? മോക്കടെ മൂദേവി മമ്മിയാണോ? ശിവനെ, അങ്ങനെ ഒന്നും പറയല്ലേ, മാമൻ പാവല്ലേ. നന്നു, നിന്റെ മമ്മിയാ, കോൾ അറ്റൻഡ് ചെയ്യേ. My darling, where are you now? Darling, നീ പപ്പയെ വർക്ക് ചെയ്യാതെ ഡിസ്റ്റർബ് ചെയ്യുവാണോ? നന്നു, പറയണ കേക്ക്, പപ്പയുടെ മടിയിൽ നിന്ന് ഇറങ്ങിയിരുന്നേ. മമ്മിയോട് കോൾ ഔട്ട് ചെയ്യുമെന്ന് പറ. എന്താ ബ്രോ, ഇപ്പോഴും അവളോട് ഇങ്ങനെ തന്നെയാണോ? ഒന്നിനും ബ്രോയുടെ കുഞ്ഞിന് ജന്മം കൊടുത്തതല്ലേ? Shut up, your bloody mouth. Get out. പോയി വല്ല പണിയെടുക്ക.